ജീവിതത്തിൽ ദൈവം കടത്തിവിട്ട അനുഭവങ്ങൾ നിമിത്തം എന്ന് ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽപ്പെട്ട ആളുകളോട് ചെന്ന യേശുക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞാലൊന്നും അവൻ പറഞ്ഞേ നിങ്ങൾ എന്നെ ശവമടക്കിന് വന്ന പോലെ ഇരിക്കുന്നത് അംഗീകരിക്കത്തില്ല. എനിക്ക് ഇപ്പോൾ അധികം അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം ഇവിടുത്തെ ക്രിസ്ത്യാനിയോട് പറഞ്ഞാൽ അവൻ്റെ തലയിൽ ഇത് കയറുന്നില്ല. പിന്നെ ഇപ്പം മുസ്ലിമിൻ്റെ കാര്യം പറയണം. ക്രിസ്ത്യാനികളോട് ഇത് പറഞ്ഞു കൊടുക്കുക, അച്ഛാ ബൈബിൾ എടുത്തൊന്ന് നോക്കച്ചാ, ഇങ്ങനെ ഉണ്ടോ എന്ന് നോക്കച്ച. ഇത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇതൊരു ഭാഗ്യമാണ്. അനുഭവങ്ങൾ നിമിത്തം ബൈബിളിലേക്ക് വന്നു. അതുകൊണ്ട് വേദപുസ്തകം പറയുന്ന ഒരു വാക്യം ഒന്ന് പറയാം. യഹോവ നല്ലവനെന്ന് പറഞ്ഞ് രുചിച്ചറിയുവൻ. ദൈവം ആരെന്ന് അനുഭവിച്ചറിയണം. ഇന്ന് പലരും ദൈവത്തെ തിയോളജി പഠിച്ചറിയാൻ നടക്കുക. നമ്മൾ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ തുറന്നു നോക്കിയാൽ യേശുക്രിസ്തു ദൈവമാണോ സംവാദം പഠിച്ചറിയാനാ. സംവാദം നടത്തി ഇന്ന് വരെ ഒരുത്തൻ സമ്മതിച്ചിട്ടില്ല ഞങ്ങൾ തോറ്റെന്ന്. ഉണ്ടോ? അപ്പുറത്തും പറഞ്ഞുകൊണ്ട് കിടക്കും ഞങ്ങൾ ജയിച്ചു, മറ്റവൻ തോറ്റു. ഇപ്പുറത്ത് ഇവൻ പറഞ്ഞുകൊണ്ട് കിടക്കും ഞങ്ങൾ ജയിച്ചു, അവനെ തോപ്പിച്ചു. കാലങ്ങളായി ഇതല്ലാതെ ഒരുത്തനും മാനസാന്തരപ്പെട്ടതെന്ന് നമ്മൾ കേട്ടിട്ടില്ല. വേദപുസ്തകം പറയുന്നത് ദൈവത്തെ പഠിച്ചറിയുകയല്ല സഹോദര, ദൈവത്തെ അനുഭവിച്ചറിയണം, ദൈവത്തെ രുചിച്ചറിയണം. അങ്ങനെ ജീവിതത്തിൽ കടന്നു വന്ന ചില അനുഭവങ്ങളുണ്ട്. ബാപ്പയും ഉമ്മയും രണ്ട് പെങ്ങന്മാരും വല്യുമ്മായും അടങ്ങുന്ന കുടുംബത്തിൽ കടന്നു വന്ന തകർച്ചകൾ, പരാജയങ്ങൾ. 23 വർഷങ്ങൾക്കപ്പുറത്ത് ഞാനും എൻ്റെ ഉമ്മയും അനിയത്തിയും കൂടെ ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ ജീവിതം തീർത്തു കളയാമെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലെത്തി നിൽക്കുമ്പോൾ കാതിലേക്ക് കടന്നു വന്ന സുവിശേഷത്തിന്റെ സന്ദേശം, ജനങ്ങൾ അറപ്പോടെ കാണുന്ന, പൊതുജനം വെറുപ്പോടെ കാണുന്ന, സമൂഹം പരിഹാസത്തോടെ കാണുന്ന ഈ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സന്ദേശം കാതുകളിൽ വന്ന് പതിച്ചത് കൊണ്ടാണ് കഴിഞ്ഞ 23 വർഷമായി ഈ ഭൂപ്പരപ്പിൽ ജീവനോടെ നിലനിൽക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് 2002 ഈ സുവിശേഷം സ്വർഗത്തിലെ ദൈവം കാതുകളിൽ കേൾപ്പിച്ചപ്പോൾ ഈ ബൈബിൾ കരങ്ങളിൽ എടുക്കുവാൻ ദൈവം അവസരം നൽകി. ഞാനങ്ങനെ വായിക്കാൻ തുടങ്ങി. ഒളിച്ചും പാത്തുമായിരുന്നു ആദ്യം വായിച്ചത്. അങ്ങനെ ഒരു ദിവസം ഉമ്മ ജമീല ബീവി കണ്ടുപിടിച്ചു. ഒറ്റ നിലവിളി, എൻ്റെ റബ്ബേ, എന്തൊക്കെ ഇബ്ലീസിനെ വിളിച്ചു കയറ്റാനാണോ ഇവൻ ഈ പരിപാടി കൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞ് ആകെ ബഹളമുണ്ടാക്കി ബൈബിൾ എടുത്ത് കട്ടിലിന് അടിയിലോട്ട് ഒറ്റ ഏറ് വെച്ചു കൊടുത്തു എൻ്റെ ഉമ്മ. ഇന്ന് രാത്രി സന്തോഷം പറയട്ടെ, ഇന്ന് എവിടെ പ്രാർത്ഥനയുണ്ടെന്ന് തപ്പി നടക്കുക അമ്മ. പ്രൈസല്ലോ. ചില കമ്പനിക്കാർ പരസ്യം പറയാറുണ്ട്, ഞങ്ങൾക്ക് മറ്റു ബ്രാഞ്ചുകൾ ഇല്ല എന്ന് പറയുന്ന പോലെ ഈ പുസ്തകത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകത പറയട്ടെ, ഇതിനെ എതിർക്കുന്നവനെല്ലാം ഇത് ചുമക്കും. ഒന്ന് കുറിച്ചിട്ടോ, ഇതിനെ എതിർക്കുന്നവനെല്ലാം ഇത് ചുമക്കും. ഈ പുസ്തകത്തിൻ്റെ മാത്രം പ്രത്യേകത അത്, ഇതിന് പ്രതികാര നടപടിയില്ല, അക്രമമില്ല, ഇടിവെട്ടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. ഇതിനെ എതിർക്കുന്നവനെ കൊണ്ടല്ല ഇത് ചുമപ്പിച്ച് സകല തെരുക്കോണുകളിൽ നിർത്തി പ്രസംഗിപ്പിക്കും. അതാ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. ഒരനുഭവം പറയാം. കോട്ടയത്തിനടുത്ത് കാനമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ യോഗത്തിന് പോയി. ഇതുപോലെ കൺവെൻഷൻ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. ദൈവദാസന്മാർ പറഞ്ഞു ഒരു ആൾ കാണാൻ വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ, പറഞ്ഞു വിടൂ, അകത്തോട്ട് വിടൂ. അദ്ദേഹം അകത്തോട്ട് വന്നു. എന്നോട് ചോദിച്ചു പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞു ഓർക്കുന്നില്ല. നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. പിന്നെ അങ്ങനെ പരിചയമുണ്ടോ എന്ന് ചോദിക്കും. അത് കണ്ടിട്ടില്ലെങ്കിൽ കേട്ടിട്ടുണ്ടാകും. ഞാൻ ചോദിച്ചു എങ്ങനെ? അപ്പോൾ അദ്ദേഹം പറയുക, പെന്തിക്കോസുകാരൊക്കെ മിക്കവാറും സാക്ഷ്യം പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ കാര്യം? അദ്ദേഹം പറയുക, ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ റാന്നി എന്ന് പറയുന്ന പട്ടണത്തിൽ, റാന്നി ടൗണിൽ ഉപദേശിമാർ ട്രാക്ടർ കൊടുത്ത് സുവിശേഷം പറഞ്ഞു വരുമ്പോൾ ഒരു ഉപദേശിയുടെ കയ്യിൽ നിന്ന് ബൈബിളും ട്രാക്റ്റും എല്ലാം കൂടെ പിടിച്ചു വാങ്ങി വാരി വലിച്ചു കീറി റാന്നി പാലത്തിലിട്ട് തീ കത്തിച്ചു. കേട്ടിട്ടുണ്ടോ? ഞാനപ്പോൾ പറഞ്ഞു ആരോ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നീട് ആ പാലം എന്ത് ചെയ്തു? അവിടെ തകർന്നു പോയി. ഇന്ന് കാണുന്ന പുതിയ പാലം അവിടെ പണിയപ്പെട്ടത് ചരിത്രമൊക്കെ ഇങ്ങനെ പെന്തക്കോസുകാരോ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അതാ കാര്യം. അപ്പോൾ എന്താ സംഭവം? അന്ന് അത് കത്തിച്ചയാൾ ഞാനാന്ന് പുള്ളി പറയുക. ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കി, ഇനി എന്നെ കത്തിക്കാൻ വല്ലോ ആന്നോ വന്നേക്കുന്നത്. ഞാൻ ചോദിച്ചു ഇപ്പം എന്ത് ചെയ്യുന്നു?
പുള്ളി ബൈബിൾ ഉയർത്തിപ്പിടിച്ച് പറയാം, ഇപ്പം ഇത് ചുമന്ന് പ്രസംഗിച്ചുകൊണ്ട് നടക്കുക പാസ്റ്ററേന്ന്. മനസ്സിലായോ? അന്ന് പുള്ളി സംഘിയായിരുന്നു, ഇപ്പം ഇതും പ്രസംഗിച്ചുകൊണ്ട് നടക്കുക. മനസ്സിലായോ? അതുകൊണ്ട് ഈ പുസ്തകത്തിന് പ്രതികാര നടപടിയൊന്നുമില്ല. ഇതിനെ എതിർക്കുന്നവനെല്ലാം ഇത് ചുമക്കും. അത് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകതയാണ്. അന്ന് ഉമ്മ ബഹളം ഉണ്ടാക്കിയപ്പോൾ രഹസ്യമായിട്ടൊക്കെ വായിച്ചു ഇങ്ങനെ പോയി. അങ്ങനെ വായിക്കുമ്പോൾ എവിടൊക്കെയോ ഒരാശയക്കുഴപ്പം. എന്താ? ഈ ബൈബിളിൻ്റെ അകത്ത് കണ്ട കഥാപാത്രങ്ങൾ, അബ്രഹാം മക്കളില്ല, തനിക്ക് വാർദ്ധക്യകാലത്ത് ദാസിയിലൊരു കുഞ്ഞു ജനിക്കുന്നു, മരുഭൂമിയിൽ കൊണ്ട് ഉപേക്ഷിക്കുന്നു, ദൈവം കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് മരുഭൂമിയിൽ ഉറവ തുറക്കുന്നു. ഇതൊക്കെ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നൊരു ചിന്ത തലച്ചോറിൻ്റെ അകത്ത്. അപ്പോഴെനിക്ക് മനസ്സിലായി, മദ്രസയിൽ ഖുർആൻ പഠിച്ചപ്പോൾ അബ്രഹാമിനെ ഇബ്രാഹിം എന്ന പേരിൽ പഠിച്ചതാ, ഹാഗാറിനെ ഹാജറ എന്ന പേരിൽ പഠിച്ചതാ. ഹാജറയുടെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് മരുഭൂമിയിൽ ദൈവം തുറന്ന ഉറവയാണ് ഇന്നും സൗദി അറേബ്യയിൽ സംസം വെള്ളം എന്ന് പറഞ്ഞ് ഇസ്ലാമികൾ പുണ്യതീർത്ഥമെന്ന് പറഞ്ഞ് കന്നാസി കൊണ്ടുവരുന്നത്. അപ്പോൾ സംഗതി അങ്ങനെയാണ്. വീണ്ടും വായിച്ചു, നോഹയും കുടുംബവും ജലപ്രളയത്തിൽ നിന്ന് പെട്ടകമുണ്ടാക്കി രക്ഷപ്പെട്ട സംഭവത്തെ വായിച്ചപ്പോൾ വീണ്ടും തലച്ചോറ് പറഞ്ഞു, ഇതും വായിച്ചിട്ടുണ്ട്. നോഹയെ നൂഹ് എന്ന പേരിൽ പഠിച്ചിട്ടുണ്ട്. പ്രളയമുണ്ടായപ്പോൾ കപ്പലിൽ കയറി രക്ഷപ്പെട്ടെന്നാ പുള്ളി പറഞ്ഞു. അങ്ങനെ പഠിച്ചിട്ടുണ്ട്. വീണ്ടും വായിച്ചപ്പോൾ ദാവീദിനെ ദാവൂദ് എന്ന് പഠിച്ചു, ഇയ്യോബിനെ അയ്യൂബ് എന്ന് പഠിച്ചു, ശലോമോനെ സുലൈമാൻ എന്ന് പഠിച്ചു, യോഹന്നാനെ യഹിയ എന്ന് പഠിച്ചു. അങ്ങനെ ചിന്തിച്ചപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നൊരു ഡൗട്ട്. അങ്ങനെ നേരെ തിരുവനന്തപുരത്തിന് വിട്ടു. അതെന്തിനാന്നാ? തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ പോയി 350 രൂപയ്ക്ക് അംഗീകരിക്കപ്പെട്ട മലയാളം ഖുർആൻ്റെ പരിഭാഷ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു. ഇത് രണ്ടും തമ്മിൽ ചേർത്ത് വെച്ചൊരു പഠനം അങ്ങോട്ട് തുടങ്ങി. ഇന്ന് രാത്രി പറയാം. അന്ന് വരെ തലച്ചോറിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു ചിന്ത, സാധാരണ ചില ക്രിസ്ത്യാനികളും ഇസ്ലാമികളും ഒക്കെ പറയുന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. നിങ്ങൾ അള്ളാഹു എന്ന് വിളിക്കുന്നു, ഞങ്ങൾ യഹോവ എന്ന് വിളിക്കുന്നു, നിങ്ങൾ ഈസാ നബി എന്ന് പറയുന്നു, ഞങ്ങൾ യേശുക്രിസ്തു എന്ന് പറയുന്നു, ഇതൊക്കെ ഒന്ന് തന്നെയാണ് എന്ന ഒരു ചിന്ത തലച്ചോറിലുണ്ടായിരുന്നു. എന്നാൽ ഇത് രണ്ടും തമ്മിൽ ചേർത്ത് പഠിച്ചപ്പോൾ മനസ്സിലായി, ഖുർആൻ പഠിപ്പിക്കുന്ന അള്ളാഹുവും ബൈബിളിൽ പറയുന്ന യഹോവയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഖുർആൻ പഠിപ്പിക്കുന്ന ഈസാ നബിയും ബൈബിൾ പഠിപ്പിക്കുന്ന യേശുക്രിസ്തുവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഉണ്ടാക്കാൻ ആരും ശ്രമിക്കുകയും ചെയ്യരുത്. അത് വിശദീകരിക്കാനുള്ള വേദിയും നേരവും ഇതല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് വിടുന്നു. അങ്ങനെ അങ്ങോട്ട് ഇത് തമ്മിൽ വായിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി അഭിമാനത്തോടെ ഈ ആഴകം ദേശത്തോട് വിളിച്ചു പറയാം, അങ്ങനെ വായിക്കും തോറും ഈ വിശുദ്ധ ബൈബിൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ അഭിമാനമുണ്ടായെന്ന് ഇന്ന് രാത്രിയിൽ ദേശത്തോട് പറയുന്നതിൽ സന്തോഷമുണ്ടായ. അപ്പൊ ചോദിക്കാം, എന്താണോ ഷമീറെ ഇത്രയും ആവേശം തോന്നാൻ ഈ ബൈബിളിന്റെ പ്രത്യേകത? കഴിഞ്ഞ 1-2 മാസം മുമ്പ് മലപ്പുറം ജില്ലയിൽ മേലാറ്റൂർ എന്ന് പറഞ്ഞ ടൗണിൽ പരസ്യയോഗത്തിനായി കടന്നുപോയി. കവലകളിൽ പാട്ടുകാരൻ പോൾസൺ കണ്ണൂരും ടീമും ഒക്കെ ആയിരുന്നു പാടാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നല്ല പാട്ടുകളൊക്കെ കണ്ടപ്പോൾ തൊപ്പിയൊക്കെ ഇട്ട കാക്കാമാരെല്ലാം കൂടെ സൈഡിൽ ഇങ്ങനെ ഒത്തുകൂടി അങ്ങനെ ചിരിച്ച് നിൽക്കുക. അത് കഴിഞ്ഞ് ഞാൻ പ്രസംഗിച്ചു. പ്രസംഗമൊക്കെ കേട്ട് അങ്ങനെ ത്രില്ലടിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ പ്രസംഗത്തിൻ്റെ ഒടുവിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്തി, പേരും സ്ഥലവും ഒക്കെ പറഞ്ഞു. അപ്പോൾ ആ ത്രില്ലൊക്കെ അങ്ങ് പോയി. യോഗം കഴിഞ്ഞപ്പോൾ പതിയെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്നാലും എന്തിനാടാ ഷമീറെ നീ ക്രിസ്ത്യാനിയാകാൻ പോയത്? അവരിപ്പോഴും എന്നോട് ചോദിക്കുന്നത് ഞാൻ എന്തിനാ ക്രിസ്ത്യാനിയായെന്ന്. അവർ സമ്മതിക്കുന്നു ഞാൻ ആരാന്ന്. പക്ഷെ നമ്മുടെ ഇടയിൽ പലരും സമ്മതിക്കുന്നില്ല. അത് പോട്ടെ. ഏതായാലും എന്താണോ ഈ പുസ്തകത്തിന് ഇത്ര ആവേശമെന്ന് ചോദിച്ചാൽ, ഇന്ന് രാത്രി ദേശത്തോടെ അഭിമാനത്തോടെ വിളംബരം ചെയ്യാം. ഈ പുസ്തകം തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ ആവർത്തിച്ചു വായിച്ചു പലവട്ടം. ഒന്നുകൂടെ പറയാം, ഈ പുസ്തകം തുടക്കം മുതൽ ഒടുക്കം വരെ പലതവണ ആവർത്തിച്ചു വായിച്ചിട്ടും ഈ പുസ്തകത്തിൻ്റെ അകത്ത് ഒരൊറ്റ പേപ്പറിൻ്റെ അകത്ത് ഒരു വരി കൊണ്ട് പോലും മതം പഠിപ്പിക്കാത്ത പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. കേട്ടോ? ഇതിൻ്റെ അകത്ത് മതമുണ്ടോ? ഉണ്ടോ ദൈവദാസന്മാരെ? യേശുക്രിസ്തു ഏതെങ്കിലും മതത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. മതം സ്ഥാപിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. മതത്തെ ചേർക്കാനോ മാറ്റാനോ തിരിക്കാനോ കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും ഒരു വരി കൊണ്ട് പോലും മതം പഠിപ്പിക്കാത്ത പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. എന്നിട്ടും നാട്ടുകാർ നമ്മളെ വിളിക്കുന്നത് എന്താ?
പറ, മതം മാറ്റുന്നു. എന്നാ കോമഡിയാന്ന് നോക്കി. ഇതിൻ്റെ അകത്ത് മതം ഇല്ല, ഉണ്ടോ? ഇല്ല. എന്നിട്ട് നാട്ടുകാർ പറഞ്ഞ എന്താ? ഉപദേശിമാർ മതം. നിങ്ങൾ കേട്ടിട്ടില്ല, നിങ്ങളെ ഇരിപ്പ് കണ്ടാൽ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത പോലെ. ഈ അടുത്ത കാലത്ത് ഒരു ചേച്ചി വന്ന് പറഞ്ഞല്ലോ, ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പട്ടാമ്പിക്കാരി ചേച്ചി വന്നിട്ട് പറഞ്ഞു, പെന്തക്കോസ് ഉപദേശിമാരെ വീട്ടിൽ കയറ്റരുത്. എന്താ? അവർ 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെയൊക്കെ മതം മാറ്റുന്നു എന്ന് ചേച്ചിയോടും ചേച്ചിയുടെ ആൾക്കാരോടും പറയാം, ഞങ്ങൾ 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ആരെങ്കിലും മാറ്റുന്നു എന്ന് നിങ്ങൾക്ക് ആക്ഷേപമുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുപോകേണ്ടതാണ്. പ്ലീസ് ഒന്ന് സഹായിക്കണം. കഞ്ഞിക്ക് വന്നവരൊക്കെ പോട്ടെ ഭാഷ, എന്താ പ്രശ്നം അല്ലേ? പോട്ടെന്ന്. എത്ര എണ്ണം പോയി? ഇനിയും പോകാൻ കിടപ്പുണ്ട്. അതിലൊന്നും ഞങ്ങൾക്ക് ആക്ഷേപമില്ല. നല്ലൊരു കോഴിക്കാലും 2000-ൻ്റെ നോട്ടും കാണിച്ച് ഈ പന്തലിൻ്റെ അകത്തുനിന്ന് ഒരു 50 പേരെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഒക്കുമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകും. അതിൻ്റെ പേരിൽ നാളെ തുടിയം ഭാഷ ഇവിടെ ഹർത്താൽ പ്രഖ്യാപിക്കത്തില്ല, ട്രാൻസ്പോർട്ടിന് കല്ലെറിയത്തില്ല. എറിയോ? മുണ്ടും മടക്കി കുത്തി തെറി വിളിക്കാൻ ഇറങ്ങുമോ? സമരത്തിന് ഇറങ്ങുമോ? ഒന്നുമില്ല. ഈ പുസ്തകം അങ്ങനത്തെ ഒരു മാർഗവേ അല്ല. അതുകൊണ്ട് ഈ പ്രദേശത്തെ മാന്യ സഹോദരങ്ങൾ തെറ്റിദ്ധാരണ മാറ്റണം. ഞങ്ങളെ ഒന്നും ആരും മതം മാറ്റിയിട്ടില്ല. ഷമീറിൻ്റെ പേര് ഇപ്പോഴും ഷമീർ എന്നാ, സർട്ടിഫിക്കറ്റിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇന്ന് രാത്രി ആരുടെയും പേരും മതമൊന്നും മാറ്റുന്ന സന്ദേശമല്ല ഇവിടെ പറയുന്ന സുവിശേഷം. എത്രയോ ആളുകളുണ്ട്. 2002 ഞാൻ ഇറങ്ങിയപ്പോൾ എന്നോട് എൻ്റെ ബാപ്പയുടെ ഉമ്മയുടെ ആളുകൾ പറഞ്ഞു, മുസ്ലിമിൽ നിന്നൊന്നും ആരും അങ്ങനെ പോകത്തില്ല, നിനക്കെന്തോ അബദ്ധം പറ്റിയതാന്ന് പറഞ്ഞ് എന്നെ ഇളക്കി. അല്ല, ആ ഇറങ്ങിയ സമയമല്ലയോ, കേട്ടപ്പോൾ ഒരു ചെറിയ ഭീതി. ഞാൻ ഒരു ഉപദേശിയോട് ചോദിച്ചു, അന്ന് എന്നെപ്പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ പുള്ളി പറഞ്ഞു, ആലപ്പുഴയിൽ ഒരു നസീർ പാസ്റ്ററും കുടുംബം ഉണ്ടെന്ന്. ഞാൻ പുള്ളിയെ തപ്പിപ്പിടിച്ച് ആലപ്പുഴയ്ക്ക് പോയി. അവിടെ ചെന്നപ്പോൾ പാസ്റ്റർ നസീറും ഭാര്യ റഷീദയും കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അവരെ കണ്ടപ്പം ഒരു സമാധാനം. നമ്മൾ മലയാളികൾ അങ്ങനെയാണല്ലോ, നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ ജനലിയെ കൂടെ അപ്പുറത്തോട്ട് നോക്കും, അവിടെയും കൂടെ പോയെന്നറിയുമ്പോൾ അവൻ നസീർ പാസ്റ്ററെ കണ്ടപ്പോൾ ഒരു സമാധാനം. ഞാൻ നസീർ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ നമ്മളെപ്പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ പാസ്റ്റർ സിയാദ് മുഹമ്മദ് കോട്ടയത്തുണ്ടെന്ന്. നേരെ വിട്ടു കോട്ടയത്ത്. സിയാദ് മുഹമ്മദിനെ കണ്ടപ്പോൾ ചോദിച്ചു, സിയാദ് വേറെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ പാസ്റ്റർ ഷാജഹാൻ മലപ്പുറത്തുണ്ടെന്ന്. ചുങ്കത്തറയില്ല, നിലമ്പൂർ. നേരെ വിട്ടു ചുങ്കത്തറയ്ക്ക്. ഷാജഹാനെ കണ്ട് പരിചയപ്പെട്ട് സംസാരിച്ചു, വേറെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ പാസ്റ്റർ ഇസ്മായിൽ വയനാട് അട്ടപ്പാടിയിൽ ഡോക്ടർ മുരളീധരൻ്റെ അടുത്തുണ്ടെന്ന്. നേരെ പോയി ഇസ്മായിൽ വയനാടിനെ കണ്ടു. ഇപ്പോൾ പുള്ളി എൻ്റെ അളിയനാ, പെങ്ങളെ കെട്ടി, IPCയിലെ പാസ്റ്ററാ. ഇസ്മായിലിനെ കണ്ടപ്പോൾ പറഞ്ഞു പാസ്റ്റർ മുനീർ കാസർഗോഡ് ഉണ്ടെന്ന്. മുനീറിനെ കണ്ടപ്പോൾ പറഞ്ഞു പാസ്റ്റർ റഫീഖ് വയനാടുണ്ടെന്ന്. റഫീഖിനെ കണ്ടപ്പോൾ പറഞ്ഞു പാസ്റ്റർ അബ്ദുൽ വഹാബ് കണ്ണൂർ തളിപ്പറമ്പിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. വഹാബിനെ കണ്ടപ്പോൾ വഹാബ് പറഞ്ഞു എൻ്റെ അനിയൻ അബ്ദുൽ സമദ് തിരുവനന്തപുരത്ത് നാലാഞ്ചിറ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. അബ്ദുൽ സമദിനെ കണ്ടപ്പോൾ പറഞ്ഞു സൗദാ ബീവി നാലാഞ്ചിറ എന്ന് രക്ഷിക്കപ്പെട്ട് ഇപ്പോൾ കുവൈറ്റിലുണ്ടെന്ന്. റംല തോമസ് ചെങ്ങന്നൂരുണ്ടെന്ന്. ചുരുക്കി പറഞ്ഞാൽ ആമൻ, ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ ഈ സത്യ സുവിശേഷത്തിൻ്റെ വക്താക്കളായി ഇറങ്ങിക്കഴിഞ്ഞു. സ്തോത്രം. തീർന്നില്ല. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് യോഗത്തിന് പോയി. തിരുവനന്തപുരത്തിനൊരു പ്രത്യേകതയുണ്ട്, എല്ലാ ദിവസവും കൺവെൻഷനുള്ള ജില്ലയാണ്. എവിടെങ്കിലുമൊക്കെ അങ്ങനെ പോകുമ്പോൾ മതിലിൽ കാണുന്ന കൺവെൻഷൻ നോട്ടീസുകളൊക്കെ ശ്രദ്ധിച്ചപ്പോഴോ ഏതൊക്കെ പേരുകളാ! പാസ്റ്റർ സുരേഷ്, സുമേഷ്, രതീഷ്, രമേശ്, നാരായണൻ, ഗോപാലകൃഷ്ണൻ, ഗോപിനാഥൻ, ആചാരി, കുട്ടപ്പൻ, രാജപ്പൻ, എല്ലാം പാസ്റ്റർ. മനസ്സിലായോ? യേശുവിൻ്റെ പിറകെയാ. ഇനി മൂന്നാമതൊരു വശം പഠിച്ചാൽ ഫാദർ മാർഷലിൻ ജെ മൊറൈസ് അച്ഛൻ, റോമൻ കത്തോലിക്ക പുരോഹിതനായിരുന്ന സന്യാസ ശ്രേഷ്ഠനായിരുന്ന അച്ഛൻ. ഫാദർ ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ, യാക്കോബായ പുരോഹിതനായിരുന്ന അച്ഛൻ. ഫാദർ ക്രിസ്പിൻ അച്ഛൻ, കത്തോലിക്ക പള്ളിയിൽ അച്ഛനായിരുന്ന അച്ഛൻ. കാനവച്ചൻ. അങ്ങനെ അനേക അച്ഛന്മാർ 70-80 വയസ്സിൽ പോത്തിനെ കുളിപ്പിക്കുന്ന കലക്കവെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പെന്തക്കോസിലോട് ചേർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തോ സംതിങ് പ്രൈസ് ദി ലോർഡ്, എന്തോ ഒരു സംതിങ് ഉണ്ട് ദൈവമക്കളെ. അതുകൊണ്ട് സകല ആളുകളും യേശുക്രിസ്തുവിന് പിന്നാലെയാണ്. അപ്പോൾ പതിയെ പൊതുസമൂഹം ചർച്ച ചെയ്യാൻ തുടങ്ങി. എടി അറിഞ്ഞോടി, എന്നാ എടി സുമതി പെന്തിക്കോസിൽ പോയിടി. ആണോ? ആ രമണിയും പോയെന്ന്. അപ്പോൾ ചർച്ചയായി. എല്ലാവരും ആരുടെ പുറകെ? യേശുവിൻ്റെ പുറകെ. അപ്പോൾ പലർക്കും ഹാലിളകിയിട്ടുമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ കേട്ടോ,
സുവിശേഷം എന്ന് പറയുന്നത് ആരുടെയും പേരും മതവും ഒന്നും മാറ്റുന്ന സന്ദേശമല്ല. പിന്നെ എന്താ ഈ സുവിശേഷം? പറയാം, അതിലേക്കാണ് നമ്മുടെ ചിന്ത പോകുന്നത്. അങ്ങനെ 2002 ഞാനിത് വായിക്കാൻ തുടങ്ങിയതാ. ഇതിൻ്റെ അകത്ത് മതമില്ലാത്തത് കൊണ്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ അകത്ത് മതമില്ല. പിന്നെ എന്താ ഈ പുസ്തകം പഠിപ്പിക്കുന്നത്? പറയാം കേട്ടോ. ഈ പുസ്തകം പഠിപ്പിക്കുന്നത് സൃഷ്ടാവായ ദൈവവും സൃഷ്ടിയായ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയാണ് ഈ പുസ്തകം ലോകത്തോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. അല്പം കൂടെ ലളിതമായി പറഞ്ഞാൽ, ഓരോ മനുഷ്യനും തൻ്റെ സൃഷ്ടാവിനെ തിരിച്ചറിയണം. അത്ര മാത്രമേ ഉള്ളൂ. അതിനാ ഞങ്ങൾക്കിപ്പോൾ അറിയത്തില്ലേന്ന് പറഞ്ഞു തരാം, കേട്ടെ. അപ്പൊ വായിക്കാൻ തുടങ്ങി. മതമില്ല ഇതിനകത്ത്. പിന്നെന്താ ഇത് പഠിപ്പിക്കുന്നത്? കേട്ടെ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. മനോഹരം. ചരാചരങ്ങൾ, ഇടജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി എന്നിങ്ങനെ അടുക്കടുക്കായി പ്രപഞ്ചത്തിൽ സൃഷ്ടിപ്പ് നടത്തുന്ന ഒരു സൃഷ്ടാവിനെ ഞാൻ ഈ പുസ്തകത്തിൽ കണ്ടു. ശേഷം മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിക്കുക. ശ്രദ്ധിച്ചോണേ, ഇഷ്ടം തോന്നാനുള്ള കാര്യങ്ങൾ പറയാം. മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. ഒരു മനുഷ്യൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞില്ല. പിന്നെന്താ ചെയ്തത്? ദൈവം ദൈവത്തിൻ്റെ കരങ്ങളാൽ നിലത്തെ പൊടി കൊണ്ട് ഒരു മനുഷ്യരൂപം നിർമ്മിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. മനുഷ്യനെ നിർമ്മിച്ചു. എന്നിട്ട് അവന് തക്കതായൊരു തുണയെ ഉണ്ടാക്കി കൊടുത്തിട്ട് ദൈവം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇതിനകത്ത്. എന്താ? ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. അവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. എത്ര മനോഹര പദം! ഹിന്ദുവായി സൃഷ്ടിച്ചെന്നല്ല, മുസൽമാനായി സൃഷ്ടിച്ചെന്നല്ല, ക്രിസ്ത്യാനിയായി സൃഷ്ടിച്ചെന്നുമല്ല. പിന്നെയോ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പടച്ചവൻ, സൃഷ്ടാവ്, ഈശ്വരൻ, ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കിയാൽ ആകെ കൂടെ കാണുന്ന രണ്ട് ജാതിയെ ദൈവത്തിൻ്റെ കണ്ണിലുള്ളൂ. ഒന്ന് ആണും ഒന്ന് പെണ്ണും. ബാക്കിയുള്ള സകല നാശകോടാലി ആരുണ്ടാക്കിയതാ? ഈ ഇരുകാലി മനുഷ്യനുണ്ടാക്കി വെച്ച മെനയാ. മനസ്സിലായോ? ദൈവം കാറ്റഗറി തിരിച്ചിട്ടില്ല. കറുത്തവനെ സൃഷ്ടിച്ചതാരാ? ദൈവം. വെളുത്തവനെ സൃഷ്ടിച്ചതാരാ? ദൈവം. ഇത് രണ്ടിനെ സൃഷ്ടിച്ച ദൈവം. എന്നിട്ട് ദൈവം പറയാ, എനിക്ക് കറുത്തവനെ ഇഷ്ടമല്ലെന്ന്. അങ്ങനെ ഒരുത്തന്നെ ദൈവം ഒന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റുമോ? ഇതിനെല്ലാം സൃഷ്ടിച്ച ദൈവമല്ലേ? എല്ലാത്തിനെയും സൃഷ്ടിച്ചിട്ട് പറയാ, എനിക്ക് ദളിതനെ വേണ്ട, കൂടിയത് മതി, കുറഞ്ഞവനെ വേണ്ട, കൂടിയത് മതി, കറുത്തവനെ വേണ്ട, വെളുത്തത് മതി, പണം കുറഞ്ഞവനെ വേണ്ട, പണമുള്ളവനെ മതി. അങ്ങനെ പറയുന്ന ഒന്നിനെ ദൈവം എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ടാണ് വേദപുസ്തകം പറഞ്ഞത്, കറുപ്പും വെളുപ്പും ജാതിയും മതവും വർണ്ണവും വർഗവും വിവേചനവും ഒന്നുമില്ലാതെ പറഞ്ഞു ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. എത്ര മനോഹരം! ഇഷ്ടം തോന്നാതിരിക്കുമോ? ഇനി ഒന്നുകൂടെ പറയാം. ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ളവനായെന്ന്. കേട്ടെ. ഈ അണ്ടകടാകത്തിലെ മുഴുവൻ ചരാചരങ്ങൾക്കും ലഭിക്കാത്ത ഒരു ബോണസ്, ഒരു ലോട്ടറി ദൈവം ഊതിയ ഈ ഊത്തിനാൽ മനുഷ്യന് ലഭിച്ചു. എന്താ അത്? വിലപ്പെട്ട ആത്മാവുള്ളവനായി മനുഷ്യനെ സൃഷ്ടിച്ചു. നമുക്ക് കിട്ടിയ ലോട്ടറിയാ അത്. മൃഗങ്ങൾക്കുണ്ടോ ആത്മാവ്? പറഞ്ഞേ. നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ, എടി പിന്നെ രമണി വീട്ടിലെ പട്ടി അങ്ങ് ചാത്തു, അടുത്ത ആഴ്ച 16 അടിയന്തരവാടി, ഇഡലി തിന്നാൻ വരണമെന്ന് കാർഡ് പഠിച്ചുകൊണ്ട് വിളിക്കാറുണ്ടോ? ഇല്ല. ക്രിസ്ത്യാനി വിളിക്കാറുണ്ടോ? മറിയാമേ ഞങ്ങളുടെ പശു ചത്തുപോയി, അടുത്ത ആഴ്ച പാട്ട് കുർബാനയ്ക്ക് പള്ളിയിൽ നിന്ന് അച്ഛനൊക്കെ വരും, നിങ്ങളും വരണമെന്ന് വിളിക്കാറുണ്ടോ? ഇല്ല. മുസ്ലിങ്ങൾ വിളിക്കാറുണ്ടോ? ഞങ്ങളുടെ എരുമ ചത്തു, പിന്നെ 11-ാം കത്തത്തിന് ചെമ്പ് പൊട്ടിക്കും, ബിരിയാണി അടിക്കാൻ വരണമെന്ന് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. മൃഗങ്ങൾ ചത്താൽ എടുത്ത് കുഴിച്ചിട്ടു, വിഷയം അങ്ങ് തീർന്നു. മനുഷ്യൻ മരിച്ചാലോ? ശേഷക്രിയ, മോക്ഷക്രിയ, അടിയന്തരം, പാട്ട് കുർബാന, കത്തം, ഇങ്ങനെ ചടങ്ങുകൾ ശേഷിക്കുക. എന്താ കാര്യം? മരിച്ചു പോയവനൊരു ആത്മാവുണ്ടെന്നും അതിന് മോക്ഷം കിട്ടണമെന്നും ജീവിച്ചിരിക്കുന്നവൻ്റെ തലച്ചോറിൽ ബോധമുള്ളത് കൊണ്ടാണ് ഈ ചടങ്ങുകൾ ശേഷിക്കുന്നത്. ശരിയാണോ? അതാ വിലപ്പെട്ട ആത്മാവ്. ഇനി വലിയ ഡിഗ്രി ഒന്നും വേണ്ട, സിമ്പിളായി മനസ്സിലാക്കാം. ഇമ്മാനുവേൽ ടീമിൻ്റെ ഒരു കൺവെൻഷൻ ഇവിടെ നടക്കുന്നെന്ന് ഈ കസേരയിരിക്കുന്ന മനുഷ്യന്മാർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. പറ. ഇവിടെയുള്ള മൃഗജാലങ്ങളൊന്നും ഇത് അറിയുന്നേ ഇല്ലേ? ഇവിടുത്തെ ഫ്ലെക്സും ബാനറും നോട്ടീസും പോസ്റ്ററും ഒക്കെ വഴിയെ പോയ പട്ടി കണ്ടു, പട്ടി തലപൊക്കി നോക്കി, സുവിശേഷ യോഗം ചമ്മീർ കൊല്ലം, പട്ടിക്ക് എന്നാ പട്ടി അതിൻ്റെ പാട്ടിന് പോയി, കാക്ക പറന്ന് വന്ന് ഫ്ലെക്സിലിരുന്ന് കുഞ്ഞു നോക്കി, സുവിശേഷ യോഗം. കാക്കയ്ക്ക് എന്നാ കാക്ക അതിൻ്റെ പാട്ടിന് പോയി, ആട് കണ്ടു, മാട് കണ്ടു, പശു കണ്ടു, പോത്ത് കണ്ടു, എരുമ തലപൊക്കി നോക്കിയപ്പം ബാനർ കെട്ടിയേക്കുന്നു, സുവിശേഷ യോഗം ഇമ്മാനുവേൽ. എരുമയ്ക്കെന്നാ എരുമ തല കുനിച്ചു. ചില എരുമയാണെങ്കിൽ അത് കടിച്ചങ്ങ് കീറി. ചില എരുമകൾ അങ്ങനെ കീറും. നമുക്ക് പറയാൻ പറ്റുമോ എരുമ ഞങ്ങളുടെ യോഗത്തിൻ്റെ? ചില എരുമകൾ അങ്ങനെ. എന്നാൽ 6 മണിക്ക് കൊയർ പാട്ട് തുടങ്ങിയപ്പോൾ ഒറ്റ എരുമ കസേര വന്നിരുന്നോ? പറ. ഇല്ല. ഈ തെങ്ങിൻ്റെ അകത്ത് കൂട് കൂട്ടിയിരിക്കുന്ന കാക്കകളും അവിടെ തന്നെ ഇരിപ്പുണ്ട്. അവരാരും പറന്ന് വന്ന് പുള്ളി കൊള്ളാം ഒന്ന് കേട്ടേച്ച് പോകാമെന്നും പറഞ്ഞ് ഇവിടെ വന്നിരുന്നില്ലല്ലോ. അപ്പൊ ദേഹമുണ്ട്, ദേഹിയുണ്ട്, എന്തില്ല? ആത്മാവില്ല. ഇന്ന് രാത്രി കേട്ടേ, വേദപുസ്തകം പറയാ, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും, അച്ഛാ ഈ അങ്കമാലി പട്ടണം മുഴുവൻ സ്വന്തം പേരിൽ എഴുതി വാങ്ങിച്ചാലും, നിന്റെ ആത്മാവ് നിത്യ നരകത്തിൻ്റെ അകത്ത് പോയി വീണാൽ എന്ത് പ്രയോജനമുണ്ടെന്ന് ഇന്ന് രാത്രി ഒന്ന് ചിന്തിച്ചോണം.
സ്തോത്രം. മനസ്സിലായോ? അപ്പൊ വിലപ്പെട്ട ആത്മാവുള്ളവനായി സൃഷ്ടിച്ചു. കൊള്ളാം, മനോഹരം. വായിക്കുക, വീണ്ടും വായിക്കുക. മനുഷ്യനെ ദൈവം ഏദൻ പൂങ്കാവനത്തിലാക്കി വെച്ചു. അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ഒരു പ്രശ്നങ്ങളുമില്ലാതെ മനോഹരമായി പോകുന്ന ഒന്നാം ഘട്ടം. ആകെ കൂടെ ഒരു ദൈവം, യഹോവയാ ദൈവം. ആകെ കൂടെ രണ്ട് മനുഷ്യൻ, ആദം ഹവ്വ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മനുഷ്യന്മാർ തമ്മിൽ അടിയില്ല, കാരണം വേറെ മനുഷ്യർ ഇല്ല. ദൈവങ്ങൾ തമ്മിൽ അടിയില്ല, കാരണം വേറെ ഇല്ല. അങ്ങനെ സന്തോഷത്തോടെ പോയൊരു കാലം, ഒന്നാം ഘട്ടം. പിന്നെ എവിടെയാ പ്രശ്നത്തിന്റെ തുടക്കം? പുസ്തകം പറയുന്നു, സൃഷ്ടാവായ ദൈവത്തിൽ നിന്നും സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ ദാ ഇടയ്ക്ക് രംഗപ്രവേശനം ചെയ്തൊരു കഥാപാത്രത്തെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നു. ആരാവൻ? പലരും പല പേരാ. പിശാച്, ഇബ്ലീസ്, ശൈത്താൻ, സാത്താൻ എന്നിങ്ങനെ പല പേരിലാണ് വിളിക്കുന്നത്. പക്ഷേ ഇവൻ്റെ പേര്, ഇവൻ പിശാച്. പിശാച് എന്ന് പറഞ്ഞാൽ ചില തെറ്റിദ്ധാരണകൾ അങ്ങ് മാറ്റാം. പിശാച് എന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ ചിന്ത, പണ്ട് ഒനിഡ ടിവിയുടെ പരസ്യത്തിലൊരു മൊട്ടത്തലയും വരുമായിരുന്നു, കണ്ണും തെള്ളി കൊമ്പും വെച്ച് പല്ലു ഉന്തി ഇളിച്ചോണ്ട് വരുന്ന ഒരു രൂപം. പിശാച് എന്ന് പറഞ്ഞാൽ പലരുടെയും ചിന്ത ഇങ്ങനെ ഏതാണ്ട് ഒരു വികൃത രൂപമായിട്ട് വരുന്നവനെന്ന്. തിരുത്തണം. വേദപുസ്തകം പിശാചിനെ കുറിച്ച് അവനൊരു മാനുഷിക ശരീരമുള്ളവനായിട്ടല്ല സംബോധന ചെയ്യുന്നത്. ചില പദങ്ങൾ ശ്രദ്ധിക്കണം. ഒരാത്മാവ് അവനെ പിടിച്ചിട്ട്, ദുരാത്മാവ് അവനെ തള്ളിയിട്ടു, അശുദ്ധാത്മാവെ ഇവനെ വിട്ടു പോക എന്ന് യേശു കൽപ്പിച്ചു. അപ്പൊ എല്ലായിടത്തും പ്രയോഗിക്കുന്ന പ്രയോഗം ആത്മാവ്. ഏതാത്മാവ്? ഈവിൾ സ്പിരിറ്റ്. ദാറ്റ് മീൻസ് ഇരുട്ടിൻ്റെ ആത്മാവ്. അവനാണ് പിശാച് എന്ന് പറയുന്നത്. അവനൊരു മാനുഷിക ശരീരമുള്ളവനല്ല. പക്ഷെ അവൻ ചിലരെ യൂസ് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. ചില മനുഷ്യന്മാരെയും ചില മൃഗങ്ങളെയും അവൻ ഉപയോഗിക്കാൻ കഴിയും. അതിന് ബൈബിളിൽ തെളിവുണ്ടോ? ഉപദേശി ഉണ്ടല്ലോ. ഗദരദേശം എന്ന് പറഞ്ഞ ദേശം, കല്ലറയ്ക്കൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അശുദ്ധാത്മാവ് ബാധിച്ചു. യേശു കർത്താവ് വന്ന് ഇവനിൽ നിന്ന് പുറപ്പെട്ടു പോയെന്ന് പറഞ്ഞപ്പോൾ എങ്ങോട്ട് കയറിയെന്നാ? പന്നിക്കൂട്ടത്തിലേക്ക് കയറി. ബൈബിൾ അറിയാവുന്നവർക്കൊക്കെ അറിയാം, വായിച്ചിട്ടില്ലേ? ഉണ്ട്. അപ്പം മനുഷ്യനായാലും മൃഗമായാലും ഇവൻ ഉപയോഗിക്കും. ഇന്ന് രാത്രി ഒരു വാക്കും കൂടെ ചേർത്ത് പറയാം. പാസ്റ്ററേ, അങ്ങനെയാണെങ്കിൽ ഏത് മനുഷ്യ ശരീരത്തെയാണ് ഇവൻ ഉപയോഗിക്കുന്നതെന്നൊന്ന് പറയാവോ? ഒരു മുൻകരുതൽ എടുക്കാനാ പറഞ്ഞു തരാം. ആമേൻ. വേദപുസ്തകം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഒന്നുകൂടെ പറയാം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. അർത്ഥാൽ യേശു ക്രിസ്തു അകത്തില്ലാത്ത സകല ശരീരത്തിലും അവൻ ആക്സസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഉപദേശിമാർ പറയുന്നത്, നിന്റെ ഹൃദയത്തിനകത്ത് ഇന്ന് രാത്രി യേശുവിനെ സ്വീകരിക്കണം. പിന്നെ ഇരുട്ടിന് നിന്റെ മേൽ കർത്തൃത്വമില്ല. മനസ്സിലായോ? അതാ ഇരുട്ടിൻ്റെ ആത്മാവ്, പിശാച്. ഇനി പിശാച് എന്ന് പറഞ്ഞാൽ വേറെ ചില ആളുകളുടെ ചിന്ത എന്താ? മരിച്ചു കഴിഞ്ഞ് വെള്ള സാരിയും വെള്ള ബ്ലൗസ് കൊടുത്ത് ചട്ടി പുകയും പുകച്ച് പാട്ടും പാടി കിണറ്റുവരെ വന്ന് എത്തി നോക്കുന്നതാണ് പിശാച് എന്നാ ചിലരുടെ ചിന്ത. അതും കൂടെ അങ്ങ് തിരുത്തണം. മരിച്ച ആരുടെ ആത്മാക്കള് ആരെയും ബുദ്ധിമുട്ടിക്കാൻ വരികയല്ല. ചുവന്ന ചുരിദാറിട്ടുകൊണ്ട് തൂങ്ങിച്ചത്ത പെണ്ണ് ചത്ത് കഴിഞ്ഞപ്പം വെള്ള സാരിയും പിന്നെ ദൈവം എന്നാ തുണിക്കച്ചവടം നടത്തുവാണോ വരുന്നവർക്കെല്ലാം വെള്ളം കൊടുത്തു വിടാൻ? അല്ല. പിന്നെ അല്ല, എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത വേറൊരു ചിന്ത പറയട്ടെ. ഈ ചത്തട്ട് വരുന്ന പ്രേതങ്ങളെല്ലാം, യക്ഷികളെല്ലാം പെണ്ണുങ്ങളാണ്. അതിന് ആണുങ്ങൾ വിടാത്ത അവന്മാർ ചാകുന്നില്ലേ? ചാകുന്നല്ലോ. എത്ര എണ്ണം ചാകുന്നു? ചത്തുപോകുന്ന ആണുങ്ങളൊന്നും വരുന്നില്ല. പെണ്ണുങ്ങൾ പ്രതിഷേധിക്കണം. ഞങ്ങൾ എന്നാ യക്ഷികളാണോ എന്ന് ചോദിക്കണം. കാര്യം വരുന്നതെല്ലാം പെണ്ണുങ്ങളാന്നേ. ഇതൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, തെറ്റിദ്ധാരണയൊക്കെ തിരുത്തണം. ഇതെല്ലാം ഈ സീരിയലുകാരുണ്ടാക്കി വെച്ച മെനയാണ്. അല്ലാതെ ഇതൊന്നും മരിച്ച ആരുടെ ആത്മാക്കൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല. പിന്നെ മരിച്ചവരൊക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇച്ചിരി കഴിയട്ടെ, സമയമുണ്ടായി ബൈബിളിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം, അവിടെ ഇരിക്കട്ടെ. അതുകൊണ്ടാണ് പിന്നെ ഇവിടെ അടുത്ത് എവിടെങ്കിലും ഒരു വീട് കൊടുക്കാനുണ്ട്, അവരുടെ ബെഡ്റൂമിൽ ഒരു പെണ്ണ് തൂങ്ങിച്ചത്തോണ്ട് ആരും എടുക്കുന്നില്ല. 10 പേര് തൂങ്ങിച്ചത്ത വീടുണ്ടെങ്കിലും വിൽക്കണോ? ഞങ്ങൾ ഉപദേശിമാരെ പിടിച്ചോണം. ചുളു വിലയ്ക്ക് കിട്ടിയാൽ ഞങ്ങൾ എപ്പോൾ അടിച്ചെടുത്തെന്ന് ചോദിച്ചാൽ മതി. ഒരു സംശയം വേണ്ട. താമസിച്ച് പ്രാർത്ഥന നടത്തി കാണിച്ചു തരാം, ഒരു പ്രശ്നവുമില്ല. മരിച്ച ആരുടെ ആത്മാക്കൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനും വരികയില്ല. ഓക്കെ, വിഷയം വിടാം. അപ്പൊ ഈ ഇരുട്ടിന്റെ ആത്മാവ് അവന്റെ ഉദ്ദേശം എന്താ? ഒന്നേ ഉള്ളൂ. നീ കാറ് മേടിക്കുന്നു, പോരാട്ടം. ഓ പിശാച് നിന്റെ കാറിന്റെ നന്മയുടെ മണ്ഡലങ്ങളെ തടഞ്ഞു വെച്ച്. പിന്നെ നീ കാറ് മേടിക്കുന്നതിന് പിശാചിനെന്നാ? എടാ, ദൈവം ഇല്ലെന്ന് പറയുന്ന നിരീശ്വരവാദി BMW-യിലും ബെൻസിലും ജാഗ്വാറിലും ഓഡിയിലും സഞ്ചരിക്കുന്ന നാടായത്. അപ്പോഴാണ് പ്രാർത്ഥിക്കുന്നവൻ ഒരു പാട്ട മാരുതിയും വെച്ച് പറപ്പിക്കുക, കൃപയാൽ ഒരു മാരുതി കാർ. എന്ത് കഥയാണ് അതിനകത്തുള്ളത്? നീ ലോകത്തിൽ ലഭിക്കുന്ന ഒരു നന്മയും നിനക്ക് കിട്ടുന്നതിന് പിശാചിനെതിരില്ല. അവൻ ഒറ്റ കാര്യത്തിലേ എതിർപ്പുള്ളൂ. നീ സൃഷ്ടാവിനോട് അടുക്കരുത്, നീ ദൈവത്തോട് അടുക്കരുത്. നീ പാപം ചെയ്തും കള്ളു കുടിച്ചും ദൈവത്തിൽ നിന്ന് അകന്നും തെറ്റുകൾ ചെയ്തും നിന്റെ ആത്മാവിനെ നരകത്തിന്റെ പടുകുഴിയിൽ കൊണ്ടിടണം. അതിന്റെ അപ്പുറത്ത് നീ ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും അവന് പിണക്കമില്ല. ഒറ്റ കാര്യത്തിലെ പിണക്കമുള്ളൂ, നീ ദൈവത്തെ അറിയരുത്. അതിനെന്തിനാ കൂടുതൽ തെളിവ്? ഇപ്പൊ ഈ ഗ്രൗണ്ടിൽ ചുംബന സമരമായിരുന്നെങ്കിലോ, ആടകം പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും ഇവിടെ കണ്ടേനെ.
ഇരിക്കാൻ കസേര പോലും കിട്ടുകയില്ല. ശരിയല്ലേ? അപ്പോൾ ഒരു ഉപദേശി മാറി നിന്ന് അങ്ങനെ പരസ്യമായി ചുംബിക്കല്ലേ, അത് പാപമാണെന്ന് പറഞ്ഞാൽ അവനെ കാലേ വാരി ഭിത്തിയിലടിക്കും. ഇവിടെ തെറ്റിനാ ഡിമാൻഡ്, നല്ലത് ചെയ്യാനാ പാട്, നന്നായി ജീവിക്കുന്നവനെ ആ പരിഹാസം. അപ്പം അവൻ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, നീ ദൈവത്തെ അറിയരുത്. ഇന്നേക്ക് 23 വർഷങ്ങൾക്ക് മുമ്പ് ഷമീർ അബ്ദുൽ സലാം ഇതുപോലുള്ള സന്ധ്യാസമയങ്ങളിൽ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? സന്ധ്യയ്ക്ക് കൂട്ടുകാരുമായി കവലയിൽ ഒത്തുകൂടുക. കവലെ കൂട്ടുകാരൊത്തുകൂടിയ ആദ്യത്തെ ഡയലോഗ് എന്തുവാന്ന് ചേട്ടന്മാരോട് ചോദിച്ചാൽ അറിയാം. ആദ്യത്തെ ഡയലോഗ് എന്നാ? ഷെയർ ഡളിയ കുപ്പിയെടുക്കുക, ഷെയർ ഡളിയ കുപ്പിയെടുക്കുക. അങ്ങനെ കൂട്ടുകാരുമായി പിരിവിട്ട് കുപ്പിയെടുത്ത് അടിച്ചു ഞങ്ങൾ. ആളില്ലാത്ത വീട്ടിൻ്റെ ടെറസിൻ്റെ മേലെ വലിഞ്ഞു കയറി. അന്ന് ഞാൻ ഉത്സവപ്പറമ്പിൽ ഗാനമേളയ്ക്ക് പാടാൻ പോകുന്ന കാലമാണ്. പാട്ടൊരു ഭ്രാന്തായിരുന്നു. ഇന്നും പാട്ടിനോട് ഇച്ചിരി ഭ്രാന്തുണ്ട്. അതുകൊണ്ട് ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. അപ്പം ഞങ്ങൾ കൂട്ടുകാർ പിരിവിട്ട് കുപ്പിയെടുത്ത് പൊറോട്ടയും ചിക്കനും ഒക്കെ മേടിച്ച് ആളില്ലാത്ത വീട്ടിൻ്റെ ടെറസിൻ്റെ മേലെ കയറിയിരുന്ന് കുപ്പിയും പൊട്ടിച്ച് പാട്ടും കൂത്തും ഗാനമേളയൊക്കെ നടത്തി കൊട്ടിപ്പാടി അങ്ങനെ ഇരിക്കും. അടുത്ത ദിവസത്തെ കുപ്പിക്ക് പണം കണ്ടെത്താൻ നാട്ടുകാരുടെ മരച്ചീനിയും തേങ്ങയും കരിക്കുമൊക്കെ രാത്രി പമ്മി ചാക്കിലാക്കി കൂട്ടുകാരുമായി ഉത്സവപ്പറമ്പ് തോറും അടിയുണ്ടാക്കി നടന്നൊരു ഭൂതകാലമുണ്ട്. അന്ന് മീശം പഠിച്ച് കോളാമ്പിയും പിടിച്ച് ഉപദേശിമാർ കവലെ നിന്നുകൊണ്ട് കുടിക്കല്ലേ വലിക്കല്ലേ എന്നൊക്കെ പ്രസംഗിക്കുന്ന ഉപദേശിമാരെ കണ്ടാലുണ്ടല്ലോ, ഇവൻ്റെ ചെവിക്കല്ലിനിട്ടൊന്ന് കൊടുത്താൽ എന്താന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലവട്ടം. അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ വിഷമിക്കരുത്, മാറും. ചിലർക്ക് തോന്നും മാറും, പിന്നെ എനിക്ക് മാറിയെങ്കിൽ നിങ്ങൾക്ക് മാറത്തില്ലേ? മാറും. അങ്ങനെയൊക്കെ നടന്ന ജീവിതത്തിൻ്റെ നടുവിൽ നിന്ന് 2002 ഈ സുവിശേഷത്തിന്റെ സന്ദേശം കാതുകളിൽ പതിച്ചപ്പോൾ, അല്പം ഒന്ന് ചെവി കൊടുക്കാൻ തയ്യാറായപ്പോൾ ജീവിതത്തിന്റെ ചരിത്രം മാറിയെന്ന്. ജീവിതത്തിന്റെ ചരിത്രം മാറി. ഇന്ന് ജനിച്ചു വളർന്ന അതേ പട്ടണത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതേ മാതാപിതാക്കൾക്കും അതേ സഹോദരങ്ങൾക്കും കുടുംബത്തിനും കൊള്ളാവുന്നവനായ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിച്ച ഉലകം കണ്ട ഏക സന്ദേശം അത് യേശുക്രിസ്തുവിന്റെ സുവിശേഷം. അക്രമത്തിന്റെ മാർഗത്താലല്ല, പീഡനത്തിൻ്റെ മാർഗത്താലുമല്ല, വാള് കാണിച്ചിട്ടുമല്ല, ബോംബ് പൊട്ടിച്ചിട്ടുമല്ല, ഒരു മൊട്ടുസൂചി കൊണ്ടുപോലും കുത്തി നോവിക്കാതെ മനുഷ്യൻ്റെ സ്വഭാവത്തിന് രൂപാന്തരം വരുത്തിക്കൊണ്ട് ജൈത്രയാത്ര തുടരുന്ന ഏക സന്ദേശം അത് ക്രിസ്തുവിൻ്റെ സുവിശേഷം മാത്രമേ ഉള്ളൂ. തിരിച്ചു വരാം. അപ്പൊ പാപത്തിൽ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ ഈ ഇരുട്ടിൻ്റെ ആത്മാവ് സ്വാധീനം ചെലുത്തിയത് നിമിത്തം വേദപുസ്തകം ഇങ്ങനെ പറഞ്ഞു, ഒരു വ്യത്യാസവുമില്ല, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് പ്രവേശിച്ചു. ആദാമ്യ പാപം നിമിത്തം സകല മനുഷ്യരും പാപത്തിലായി. 1-2 ചിന്ത പറയാൻ ശ്രദ്ധിക്കണം. 2026 കമ്പ്യൂട്ടർ യുഗത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഉപദേശിമാർ കവലയിൽ നിന്ന് വിളിച്ച് പറയുക, മനുഷ്യ നീ പാപിയാണ്, പാപത്തിൽ നിന്ന് നിനക്കൊരു മോചനം വേണം. പിള്ളേരൊക്കെ ഇരുന്ന് ചിരിക്കും. വഴി ബസ്സേ പോകുന്ന പിള്ളേരൊക്കെ ചിരിക്കും. ഞങ്ങൾ പരസ്യയോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ പാടുകയൊക്കെ ചെയ്യുമ്പം ഡിഗ്രിയുള്ള പിള്ളേർക്ക് ഇത് തമാശ. എന്താ കാര്യം? അവർ പറയും, ഇവന്മാർക്ക് ഇതുവരെ നേരം വെളുത്തിട്ടില്ലേ? മനുഷ്യൻ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലെത്തി, ആകാശമാർഗം പറക്കാൻ തുടങ്ങി. ചൊവ്വായിലും വ്യാഴത്തിലും വീട് വെക്കാൻ പറ്റുമോന്ന് പഠനം നടക്കുന്ന കാലം. സുനിത വില്യംസ് ബഹിരാകാശത്ത് താമസിച്ചിട്ട് തിരിച്ചു വന്നു. UK യിലിരിക്കുന്ന മലയാളി ചന്ദ്രനിൽ 30 ഏക്കർ വസ്തു മേടിച്ചു. അറിഞ്ഞോ? പിന്നെ കാലം മാറി. പണ്ടത്തെ കൽക്കരിയുടെ ട്രെയിനൊക്കെ പോയി വന്ദേ ഭാരതായി. എന്നിട്ട് ഉപദേശിമാർക്ക് നേരം വെളുത്തിട്ടില്ല, ഇപ്പോഴും വിളിച്ചു പോവുക മനുഷ്യൻ ഭാവിയാണെന്ന്. പിള്ളേർക്ക് ചിരിക്കാതിരിക്കാൻ പറ്റുമോ? എന്നാൽ ചിരിക്കണ്ടടാ മക്കളെ. ഒരു ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ. മനുഷ്യൻ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലെത്തി, ഉപദേശി സമ്മതിച്ചു. ആകാശത്തൂടെ പറക്കാൻ തുടങ്ങി, സമ്മതിച്ചു. ചൊവ്വായിലും വ്യാഴത്തിലും വീട് വെക്കാൻ പോകുന്നു, സമ്മതിച്ചു. ചന്ദ്രനിൽ വസ്തു വാങ്ങിയ, സമ്മതിച്ചു. കൽക്കരി ട്രെയിൻ മാറി വന്ദേ ഭാരത് ആയതും ഉപദേശി സമ്മതിച്ചിടാവേ. ഒരൊറ്റ ചോദ്യം, കുഞ്ഞു ചോദ്യം തിരിച്ചു ചോദിക്കുക. കൽക്കരി ആയിക്കോട്ടെ വന്ദേ ഭാരത് ആയിക്കോട്ടെ, രണ്ടിൻ്റെയും പേരെന്താ? ട്രെയിൻ എന്നല്ലേ? അതെ. ഈ ട്രെയിനെ സഞ്ചരിച്ചിട്ടുള്ളവരാ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് സിമ്പിളായി ചോദിക്കാം. ഈ ട്രെയിനിൻ്റെ അകത്ത് ടോയ്ലറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഈ ടോയ്ലറ്റിൻ്റെ അകത്ത് 50 രൂപയുടെ ഒരു സ്റ്റീൽ കപ്പ് ഇപ്പോഴും ചങ്ങലക്കിട്ടാ വെച്ചേക്കുന്നത്. അതെന്നാ മാറാത്ത? എന്നാ മാറാത്ത? കണ്ടുപിടുത്തം മാറി, ടെക്നോളജി മാറി, ഇന്റർനെറ്റ് മാറി, സയൻസ് മാറി, ശാസ്ത്രം മാറി, എല്ലാ മേഖലകൾക്കും മാറ്റം വന്നെങ്കിലും ടോയ്ലറ്റിൻ്റെ അകത്തിരിക്കുന്ന 50 രൂപയുടെ സ്റ്റീൽ കപ്പ് ഇപ്പോഴും ചങ്ങലക്കിട്ടാ വെച്ചേക്കുന്നത്. അതെന്നാ മാറാത്തെന്ന് ചോദിച്ചാൽ ഡിഗ്രി ഒന്നും വേണ്ട,
കക്കൂസേന്ന് കപ്പടിച്ചുകൊണ്ട് പോകുന്ന മനുഷ്യന്മാർ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് മാറാത്തത്. ശരിയാണോ ഈ പറഞ്ഞേ? ഓ, വലിയ സ്റ്റാൻഡേർഡ് ഇല്ല പോലും. എന്നാൽ നാളെ രാവിലെ ആഴകത്ത് ബാങ്കിലോട്ട് ചെല്ല്, ഫെഡറൽ ബാങ്കിലോ SBIയിലോ ചെന്ന് കയറിയേ, 5 രൂപ വിലയുള്ള ലക്ഷ്യ പേന നൂല് കൊണ്ട് പോസ്റ്റേ കെട്ടിയിട്ടേക്കുന്നു ബാങ്കിൽ. മാന്യന്മാർ വരുന്ന സ്ഥലം, ഒന്നുകിൽ പണം ഇടാൻ അല്ലെങ്കിൽ എടുക്കാൻ. മാന്യന്മാർ വരുന്ന സ്ഥലത്ത് 5 രൂപയുടെ പേന നൂല് കൊണ്ട് പോസ്റ്റേ കെട്ടിയിട്ടേക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ സിമ്പിളാ. തരം കിട്ടിയാൽ 5 രൂപയുടെ പേന അടിച്ചുകൊണ്ട് പോകുന്നവനും ആഴകത്തുണ്ട്. ശരിയല്ലേ? അല്ല, പേന ഓടിപ്പോകാതിരിക്കാനൊന്നും അല്ലല്ലോ കെട്ടിയിട്ടേക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സകലമാന മേഖലകളിലും മാറ്റം വന്നെങ്കിലും സ്നേഹിത, മാറ്റം വരാത്ത ഒരേ ഒരു മേഖല ഇന്നും തുടരുന്നു. അതാണ് ഇരുകാലി മനുഷ്യന്റെ സ്വഭാവം. അതിന് മാറ്റം വരുന്നില്ല, ഒന്നിനും മാറ്റാൻ കഴിയുന്നില്ല. പിന്നെ ചെറിയൊരു മാറ്റമുണ്ട്, അത് പറയാതിരുന്നാൽ ശരിയാകില്ല. ചെറിയൊരു മാറ്റമുണ്ട്. ഉപദേശം അങ്ങനെ പറയരുത്. എന്താ? പണ്ട് സ്വന്തം പെൺകുഞ്ഞുങ്ങളെ വെറുതെ വിടുമായിരുന്നു. ഇപ്പൊ സ്വന്തം പെൺമക്കളെ പോലും വെറുതെ വിടാത്ത ചെകുത്താന്മാരായി മാറിയിട്ടുണ്ട്. ആ മാറ്റമുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. മൃഗങ്ങൾ ചെയ്യാൻ അറയ്ക്കുന്ന മടിക്കുന്ന ഹീനകൃത്യങ്ങളല്ലേ 4 കാലി മൃഗത്തെ ലജ്ജിപ്പിച്ചുകൊണ്ട് ഈ ഇരുകാലി മനുഷ്യനെന്ന് പറയുന്നവൻ ഇവിടെ കാട്ടിക്കൂട്ടുന്നത്? നിഷേധിക്കാൻ പറ്റുമോ? ആകാശത്തുകൂടെ ഒരു പരുന്ത് വട്ടമിട്ട് പറന്നാൽ ഭൂമിയിലിരിക്കുന്ന കോഴിയമ്മ എന്ത് ചെയ്യും? കുഞ്ഞെ പറ. ചിറക് വിരിച്ച് കുഞ്ഞുങ്ങളെ അതിൻ്റെ അകത്ത് സംരക്ഷിക്കുന്ന ഒരു അമ്മ മനസ്സ് കോഴിയമ്മയിൽ നമ്മൾ കാണുമ്പോൾ, പത്രം തുറന്ന് നോക്ക്, കാമുകനോടൊപ്പം ജീവിക്കുവാൻ 10 മാസം വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച ചോരക്കുഞ്ഞിനെ തീരദേശത്തിന്റെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്ന അമ്മ ആലപ്പുഴയിൽ. കോഴിയമ്മയല്ലേ നല്ലത്? ചിന്തിച്ചേ. ദേ, കോഴി ഒരു മുട്ടയിട്ടാൽ കൂകി വിളിക്കുക. ഉടനെ അമ്മ പറയും, എടി കോഴി കൂവുന്നടി കൊച്ചെ, കൂട്ടിപ്പോയി മുട്ടയിട്ടോ നോക്ക്. ഒരു സിഗ്നൽ കോഴിയമ്മ കൊടുക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, ഈ അടുത്ത കാലത്ത് ഒരു അമ്മ KSRTC ബസിന്റെ പുറകിലത്തെ സീറ്റിൽ മുട്ടയിട്ടേച്ച് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിറങ്ങി അങ്ങ് പോയി. കൂകിയതുമില്ല, വിളിച്ചതുമില്ല, ആരും മുട്ട അറിഞ്ഞതുമില്ല. മുട്ട ഇപ്പൊ അമ്മ തൊട്ടിൽ വളരുക. കോഴിയമ്മയല്ലേ നല്ലത്? മിണ്ടാപ്രാണികളായ മൃഗങ്ങൾ ചെയ്യൂലല്ലോ ഇതൊന്നും. ഇനിയും വേണോ തെളിവ്? വിവാഹ സ്വപ്നങ്ങളുമായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചൊരു പെൺകുഞ്ഞ്, ഉത്തര എന്ന് പറഞ്ഞ പെൺകുഞ്ഞ്. ആ ഉത്തര എന്ന് പറഞ്ഞ പെൺകുഞ്ഞ് സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചോ, എൻ്റെ ഭർത്താവ് കയ്യിലൊരു മൂർഖം പാമ്പിനെ കരുതിയിട്ടുണ്ടെന്നും ഇന്ന് രാത്രി അതിനെ കൊണ്ട് കടിപ്പിച്ച് എന്നെ കൊല്ലുമെന്നും ആ പെൺകുഞ്ഞ് ചിന്തിച്ചിരുന്നില്ല. പക്ഷെ അത് സംഭവിച്ചു. 2 ചങ്കുകൾ, എൻ്റെ ചങ്കാണ്, ചങ്കിടിപ്പാണെന്ന് പറഞ്ഞ 2 ചങ്ക് ബിവറേജിൽ പോയി ഒരു കുപ്പി എടുത്ത് മേശപ്പുറത്ത് പൊട്ടിച്ച് വെച്ച് ചങ്കും കൂടെ അടി തുടങ്ങി. കുപ്പി പൊട്ടിച്ചപ്പോൾ ചങ്കായിരുന്നു. കുപ്പി അടിച്ചു തീർത്തപ്പോൾ ചങ്ക് കുപ്പി പൊട്ടിച്ച് ചങ്കിൻ്റെ കഴുത്തങ്ങ് അറുത്തു. നിങ്ങളിത് ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ നമ്മുടെ കൺമുമ്പിൽ എത്രയോ കണ്ടും കേട്ടും ഇരിക്കുക. എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു? പണ്ട് കാലത്ത് ദോഷമായിരുന്ന പല കാര്യങ്ങളും ഇന്ന് പുതിയ തലമുറയ്ക്ക് ഫാഷനായി മാറിയില്ലേ? ഇനി അതും തെളിയിക്കണോ? ബാല്യകാലത്തിലോട്ടൊന്ന് പോ ബാല്യകാലത്തിലോട്ട്. പണ്ട് സ്കൂള് കട്ട് ചെയ്ത് ആരും കാണാതെ സിനിമയ്ക്ക് പോയതൊന്ന് ഓർത്തേച്ചാ. പമ്മി പതുങ്ങി ബാഗ് എടുത്ത് മുഖമൊക്കെ മറച്ച്, മാമൻ കാണുമോ, മച്ചമ്പി കാണുമോ, കൊച്ചപ്പൻ കാണുമോ എന്നൊക്കെ പേടിച്ച്, എല്ലാവരും കയറി കഴിഞ്ഞിട്ട് നമുക്ക് കയറാമെന്നും പറഞ്ഞ് മാറി നിന്ന്, എല്ലാവരും കയറി കഴിഞ്ഞപ്പോൾ ഒളിച്ചും പാത്തും തിയേറ്ററിൽ കയറി പണം തീരുന്നതിന് മുമ്പേ ചാടി ഇറങ്ങി മുഖം മറച്ചൊക്കെ ഇറങ്ങിപ്പോയ ഒരു കാലം. ആ കാലത്തിൽ നിന്നൊക്കെ ഇന്ന് എവിടെ എത്തി? ഇന്ന് സ്കൂൾ യൂണിഫോം ഇട്ട്, സ്കൂൾ ബാഗ് തോളിലിട്ട്, ഒരു മൊബൈലും എടുത്ത് വെച്ച് തിയേറ്ററിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് പറയാ, ഹലോ ഗൈസ്. മാറിയോ കാലം? ഇന്നതൊരു ഫാഷനാ. നോക്ക, പണ്ട് കാലത്ത് നാം ദോഷമായി കണ്ട പല കാര്യങ്ങളും പുതിയ തലമുറയ്ക്ക് ഇന്ന് ഫാഷനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്തൊരു കാലഘട്ടം. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? കണ്ടുപിടുത്തം മുകളിലോട്ട്, ടെക്നോളജി മേപ്പോട്ട്, ഇന്റർനെറ്റ് മേപ്പോട്ട്, ശാസ്ത്രം മേപ്പോട്ട്, സകലതും മേപ്പോട്ട്, മനുഷ്യന്റെ ധാർമ്മികത മാത്രം കീപ്പോട്ട്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? പിണറായി രാജിവെക്കണം. എന്തുകൊണ്ട് സംഭവിക്കുന്നു? പിണറായി രാജിവെക്കണം. നാട്ടിൽ എന്ത് സംഭവിച്ചാലും അങ്ങേര് രാജിവെക്കണം. അങ്ങേര് വല്ലതും ചെയ്തിട്ടാണോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, പിണറായി രാജിവെച്ചാലും നാളെ VD സതീശൻ വന്നാലും ഇനി ഇതിനെ രണ്ടിനെയും തള്ളിക്കളഞ്ഞിട്ട് താമരക്കാർ വന്നാലും ഈ മനുഷ്യൻ്റെ ഈ സ്വഭാവത്തിന് മാറ്റം വരുത്താൻ കഴിയുന്ന
ഒരു കണ്ടുപിടുത്തമോ ഒരു ഉപകരണമോ ഉലകത്തിൽ ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത കാലത്തോളം ഭരണകൂടങ്ങൾ ഏതൊക്കെ മാറി വന്നാലും മനുഷ്യൻ്റെ ഈ സ്വഭാവത്തിന് മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു കണ്ടുപിടുത്തം ഉലകത്തിൽ ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് ഈ സുവിശേഷ യോഗം ഇവിടെ നടക്കുന്നു. നാളെ അങ്ങനെ ഒരു കണ്ടുപിടുത്തം ഏതെങ്കിലും ഒരുത്തൻ കണ്ടുപിടിച്ചാൽ ആ വിവരം ഞങ്ങളെ അറിയിക്കണം. അന്ന് ഞങ്ങളുടെ സുവിശേഷ യോഗങ്ങൾക്ക് അന്ന് ഞങ്ങൾ കർട്ടനിട്ട് ഞങ്ങൾ റിട്ടയർമെന്റ് എടുക്കും. ഇന്ന് വരെ അതിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ചില ആളുകൾ പറയും അത് പോലീസ് നോക്കിക്കോളൂന്ന്. പിന്നെ ചുമ്മാ ചിരിപ്പിക്കാതെ പോ ചേട്ടാ. കഴിഞ്ഞ ദിവസം പ്രവാസിയായ ഒരാൾ എഴുതിയേക്കുക ഫേസ്ബുക്കിൽ, 15 വർഷം ഞാൻ പ്രവാസിയായി കഷ്ടപ്പെടുക, ഒരു 5 ലക്ഷം രൂപ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കാൻ എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല, മടുത്തു, ഇനി നാട്ടിൽ വന്നിട്ട് വല്ലവനെയും തട്ടിയച്ച് ജയിലിൽ പോകാൻ പോവാന്ന്. എന്താ കാര്യം? ഇപ്പൊ ജയിലിൽ ആ ശമ്പളം 10 വർഷം അകത്ത് കിടന്നാൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം കഴിഞ്ഞിട്ട് 22.5 ലക്ഷം രൂപ ബാങ്ക് ബാലൻസുമായിട്ട് പുറത്ത് വന്ന് ജീവിക്കുക. ഇപ്പൊ പിള്ളേരോടും അമ്മമാർ പറയാ തെണ്ടി നടക്കാതെ വല്ലവനെയും തട്ടിയച്ച് ജയിലിൽ പോടാന്ന്. സ്തോത്രം. പിടികിട്ടിയോ നിങ്ങൾക്ക്? ഇവിടുത്തെ സിസ്റ്റങ്ങൾ കുറെ മാറ്റും പോലും. ചുമ്മാ ചിരിപ്പിക്കാതെ പോടൂ. ഈ മനുഷ്യനെ ക്രിമിനലുകളാക്കുവാൻ, പ്രായപൂർത്തിയാകാത്ത കുഞ്ഞിനെ കുറ്റവാളിയാക്കി മാറ്റി ജുവൈനൽ ഹോമിലേക്ക് തള്ളുവാൻ, ഈ കാലഘട്ടത്തിൽ ഈ നാടിന്റെ ഏറ്റവും വലിയ ശാപമായി തീർന്നിരിക്കുന്ന ഒന്നാണ് ലഹരി, മദ്യം. ഈ ചെകുത്താൻ ഇന്ന് അനേക കുഞ്ഞുങ്ങളെ നശിപ്പിച്ചില്ലേ? അനേക കുടുംബ ബന്ധങ്ങളെ തകർത്തില്ലേ? അനേക സഹോദരിമാരെ വിധവ വേഷം കെട്ടിച്ചില്ലേ? അനേക കുഞ്ഞുങ്ങളെ കുറ്റവാളികളാക്കി മാറ്റിയില്ലേ? എന്നിട്ട് ഈ ലഹരി എന്ന് പറയുന്ന ചെകുത്താനെതിരെ എന്തു ചെയ്യാൻ കഴിഞ്ഞു ഇവിടുത്തെ ഭരണകൂടത്തിന്? വേണ്ട, ഇവിടെ കുടിക്കാൻ കൊടുക്കുന്ന ആരാന്നങ്ങ് പറഞ്ഞാൽ മതി, അതാത് ഗവൺമെൻറ്. കുടിച്ചവനെ വഴി പിടിച്ചിരുത്തി പിഴയടപ്പിക്കുന്ന ആരാ? അതും ഗവൺമെൻറ്. അടിപൊളി. കുടിക്കാൻ കൊടുക്കുന്ന സർക്കാർ, കുടിച്ചവനെ കൊണ്ട് പിഴയടപ്പിക്കുന്ന സർക്കാർ. നാടകമേ ഉലകം. എന്നിട്ട് പറയാം ഇവർ ശരിയാക്കുമെന്ന്. ചുമ്മാ ചിരിപ്പിക്കല്ലേ. മദ്യവും ലോട്ടറിയും നിരോധിച്ചിട്ട് ഭരിക്കാൻ ത്രാണിയില്ലാത്ത സർക്കാരുകളാണ് നമുക്ക് മുമ്പിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും മാറ്റുമെന്ന് പറഞ്ഞ് ഞങ്ങളെ ചിരിപ്പിക്കരുത്. പോക്കറ്റടിക്കാരനായി ഒരുത്തനെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടാൽ സകല അടവും പഠിച്ച് തികഞ്ഞ കള്ളനായിട്ട് അവൻ പുറത്തു വരുന്ന അല്ലാതെ ഇന്ന് വരെ മാനസാന്തരപ്പെട്ട് ജയിലിൻ്റെ ശിക്ഷാവിധി കൊണ്ട് മാനസാന്തരപ്പെട്ട് ഇനി മുതൽ ഞാൻ നല്ലവനാണെന്ന് പറഞ്ഞ് ഒരു പ്രതി പോലും പുറത്ത് വന്നിട്ടില്ല. അങ്ങനൊരു പ്രതി പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ ജയിലിൻ്റെ അകത്തൊരു ഉപദേശി കടന്നു ചെന്ന് സുവിശേഷം അറിയിച്ചിട്ട് അവൻ മാനസാന്തരപ്പെട്ട് നല്ല കുഞ്ഞായി ജയിലിൽ നിന്ന് പുറത്ത് വന്ന് അവൻ സുവിശേഷ വേലക്കാരനായി മാറിയ ചരിത്രമേ ഉള്ളൂ. ഇവിടുത്തെ സിസ്റ്റങ്ങളൊന്നും ഒരു മനുഷ്യനെ നന്നാക്കിയിട്ടില്ല. മനസ്സിലായോ? അപ്പൊ പാപം ഇവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. മനുഷ്യൻ പാപിയാണെന്ന വേദപുസ്തകത്തിന്റെ പ്രഖ്യാപനം ഈ ആധുനിക കാലഘട്ടത്തിലും ശരിവെക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നിൽക്കുക, നിഷേധിക്കാൻ കഴിയത്തില്ല. അപ്പം ന്യായമായൊരു ചോദ്യം വരും, ഉപദേശി താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാ, പക്ഷേ എനിക്കൊരു സംശയമുണ്ട്. എന്താ? ഈ ആദമോ ഹവ്വയും വലിയ പാപം ചെയ്ത് അതിൻ്റെ പേര് ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാന്ന് പറയുന്നത് അതൊക്കെ നമ്മുടെ തലച്ചോറിന് ബോധിക്കുന്ന കാര്യമാണോ? നല്ല ചോദ്യം. അങ്ങനെയൊക്കെ ചോദിക്കണം. ആദമോ ഹവ്വയും പാപം ചെയ്തതിൻ്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ എങ്ങനെ പാപിയാകുമെന്നല്ലേ പറയാം. അതിനു മുമ്പ് ഒരു ചോദ്യം അങ്ങോട്ട്. നമ്മുടെ ലോകത്ത്, രാജ്യത്ത് ഇന്നും മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത മാരകമായൊരു രോഗം നിലനിൽക്കുന്നുണ്ട്. എന്താ? HIV, എയ്ഡ്സ് എന്ന് പറയുന്ന മാരക രോഗം. ചോദിക്കട്ടെ, ഈ എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം ബാധിച്ച് അപ്പനും അമ്മയ്ക്കും ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് ആരായിരിക്കും അച്ഛാ? എയ്ഡ്സ് രോഗിയായിരിക്കും. എനിക്കൊരു സംശയം, ഈ കുഞ്ഞ് ചെയ്ത തെറ്റെന്താ? നിങ്ങളത് പറഞ്ഞതാ, എനിക്കറിഞ്ഞുകൂടാ. ഈ കുഞ്ഞ് എന്ത് തെറ്റാ ചെയ്ത്? കുഞ്ഞ് വ്യഭിചാരം ചെയ്തോ? ഈ കുഞ്ഞ് ബ്ലഡ് സ്വീകരിച്ചോ? ഈ കുഞ്ഞ് തൊട്ടിലേക്ക് കിടന്ന് എയ്ഡ്സ് രോഗിയുടെ ബ്ലേഡ് എടുത്ത് വെച്ച് അറിയാതെ ഷേവ് ചെയ്തപ്പം രോഗിയായതാണോ? അങ്ങനൊന്നും അല്ലല്ലോ. പിന്നെന്താ സംഭവം? പറയാം. അപ്പനും അമ്മയും വഴിവിട്ടു ജീവിച്ചതിൻ്റെ ഫലം ഒരു തെറ്റും ചെയ്യാത്തൊരു കുഞ്ഞ് ഒരു ജന്മം മുഴുവൻ ഇവിടെ അനുഭവിച്ചു തീർക്കേണ്ടി വരുന്നു. ഒരൊറ്റ ഡിഗ്രി എതിർക്കുന്നില്ല, ഒരു മെഡിക്കൽ എതിർക്കുന്നില്ല, ഒരു സയൻസും എതിർക്കുന്നില്ല. കാരണം അവർക്ക് പറയാനൊരു ഉത്തരവുണ്ട്. എന്താ? അല്ല ഉപദേശി, അത് മാതാപിതാക്കളിൽ നിന്ന് രക്തത്തിലൂടെയല്ലേ അടുത്ത തലമുറയിലേക്ക് വന്നേന്ന്. ആന്നല്ലോ. എന്നാൽ ഇനി ഞങ്ങൾ പറയുന്നത് കേട്ടോ, ആദാമ്യ പാപം എങ്ങനെ സർവ്വ മനുഷ്യരിലേക്കും വരും എന്നതിന് ബൈബിൾ പറയുന്ന ഉത്തരം ഒന്ന് കേട്ടാട്ടെ, വായിച്ചു കൂടച്ചാ. അപ്പോസ്തല പ്രവൃത്തി 17,
17:26 ഒന്ന് വായിച്ചു കൊടുത്തേ. ശാന്തമായി ദേശം ഒന്ന് കേൾക്കട്ടെ. 17:26 ഒന്ന് വായിച്ചു കൊടുത്താട്ടെ. 17:26. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. മതി, നിൽക്കട്ടെ. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കുന്നവർക്കൊന്നും പിടി കിട്ടത്തില്ല. അച്ഛാ, അവിടെ 2 പദമുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചേ. അവൻ എന്നൊരു പദമുണ്ട്, അത് ദൈവത്തെ സൂചിപ്പിക്കുന്നു. നമുക്കവിടെ ദൈവം എന്നങ്ങ് ചേർക്കാം, പുറത്തുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഒരുത്തൻ എന്നൊരു പദമുണ്ട്, അത് ആദമിനെ കുറിക്കുക. അപ്പം നമുക്കവിടെ ആദം എന്നങ്ങ് ചേർക്കാം. ഇനി സ്ലോവിലി ഒന്ന് വായിച്ചു കൊടുത്തേച്ചാ, പുറത്തുള്ളവർക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അവർ ദൈവത്തെ അല്ല, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് അവിടെ ഒന്ന് മാറ്റി വായിക്കാൻ പറഞ്ഞു. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ അഥവാ ദൈവം ഒരുത്തൻ അഥവാ ആദമിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഇനി ഞാൻ പറഞ്ഞുതരാം, കേട്ടെ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം, പടച്ചവൻ, സൃഷ്ടാവ്, ഈശ്വരൻ, ദൈവം ആദമെന്ന് പറയുന്ന ഒരുത്തനിൽ നിന്ന്, ഹിന്ദുവിനെ സൃഷ്ടിച്ചെന്നല്ല, മുസൽമാനെ സൃഷ്ടിച്ചെന്നല്ല, ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചെന്നല്ല, മനുഷ്യജാതിയെ സൃഷ്ടിച്ചു. മനസ്സിലായില്ല? ഇനിയും സിമ്പിളായി പറഞ്ഞാൽ, കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ചരട് കെട്ടിയവനെയും കുടുമ കെട്ടിയവനെയും എല്ലാം ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ചു, ആദാമ്യ രക്തത്തിൽ നിന്ന്. മനസ്സിലായോ? അതാ ബൈബിളിൻ്റെ സന്ദേശം. എത്ര മനോഹരമായ സന്ദേശം! ഇവിടുത്തെ കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും എല്ലാം ഒരൊറ്റ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും കൂടപ്പിറപ്പുകളാണെന്നും പഠിപ്പിക്കുന്ന ഈ പുസ്തകമല്ലാതെ ഏത് പുസ്തകമാണ് ഈ കാലഘട്ടത്തിൽ പ്രസംഗിക്കപ്പെടേണ്ടത്? പറ. വർഗീയത തൊട്ടു തീണ്ടാത്ത, അപ്പുറത്ത് കിടക്കുന്നവനും ഇപ്പുറത്ത് കിടക്കുന്നവനും നിന്റെ സഹോദരനാണെന്ന ചിത്രം തലച്ചോറിൻ്റെ അകത്ത് പകർന്നു തരുന്ന ഈ പുസ്തകമല്ലേ പ്രസംഗിക്കപ്പെടേണ്ടത്? അയ്യോ, ഉപദേശി ആവേശത്തിന് പറഞ്ഞായിരിക്കും കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ഒറ്റ രക്തം ആന്ന് തെളിയിക്കാവോ? പിന്നെന്താ? നാളെ രാവിലെ 4 ബോട്ടിൽ എടുക്കുക, 4 ബോട്ടിൽ 4 മൃഗങ്ങളുടെ രക്തം ശേഖരിക്കുക. ആട്, ആന, പോത്ത്, പശു. അടുത്ത ലാബിൽ, അങ്കമാലി ലാബിൽ കൊണ്ടു കൊടുക്കുക. മിടുക്കി പെമ്പിളേർ 10 മിനിറ്റിൽ സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് വെച്ച് തരും. ഇത് ആട്, ഇത് ആന, ഇത് പോത്ത്, ഇത് പശു. കണ്ടുപിടിക്കാനുള്ള സംവിധാനം ലാബിലുണ്ട്. വീണ്ടും 4 ബോട്ടിൽ എടുക്കണം, മറക്കരുത്. ഒന്നിൽ ഇവിടെ അടുത്തുള്ള അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, ഇനി ഒന്നിൽ ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ രക്തം, ഇനി ഒന്നിൽ കത്തോലിക്ക പള്ളിയിൽ അച്ഛൻ്റെ രക്തം, ഇനി ഒന്നിൽ ഞങ്ങളിലൊരു ഉപദേശ രക്തം. അതേ ലാബിൽ കൊടുക്കണം. ഏതെങ്കിലും പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് തരുമോ? മാറിപ്പോവല്ലേ, മൂലയിരിക്കുന്ന മുസ്ലിയാർ, അറ്റത്തിരിക്കുന്ന പൂജാരി, മേപ്പോട്ട് വെച്ചിട്ടുണ്ട് പള്ളിയിൽ അച്ഛൻ. അങ്ങനെ ആരും തരത്തില്ല. ചിലപ്പോൾ ABCD ഗ്രൂപ്പ് തിരിച്ചെന്നിരിക്കും. അതവിടെ ഇരിക്കട്ടെ. പിള്ളേർ ഇറങ്ങി വന്നിട്ട് പറയുന്നേ, മനുഷ്യൻ്റെ സമയം എന്നെ കെടുത്തല്ലേ, ഇതെല്ലാം മനുഷ്യൻ്റെ ആണോ അച്ഛാ? സകല മനുഷ്യൻ്റെ കൈ മുറിച്ചാൽ വരുന്നത് ഒറ്റ രക്തമല്ലയോ? പിന്നെ എന്തിനായി മനുഷ്യന്മാർ തമ്മിലടിക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? ഒറ്റ രക്തത്തിൻ്റെ ഉടമയല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാ തമ്മിലടിക്കുന്നത്? അപ്പുറത്ത് കിടക്കുന്ന കാവി ഉടുത്തവനും ഇപ്പുറത്തെ തൊപ്പിയിട്ടവനും എൻ്റെ കൂടപ്പിറപ്പ, എന്നെ അവനെ സൃഷ്ടിച്ചത് ഒരു ദൈവമാണെന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഇന്ന് നാട്ടിലുള്ളോ? എന്താ ചിന്തിക്കാൻ പറ്റാത്തതെന്നാണ് ചോദ്യം. അതിനാ ഉത്തരം കണ്ടെത്തേണ്ടത്. 23 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ തലച്ചോറിനും അത് പറ്റത്തില്ലായിരുന്നു. കാരണം എൻ്റെ മതം, എൻ്റെ ദീന്, എൻ്റെതാണ് ശരിയെന്ന് ഞാൻ പിടിച്ചിരുന്നു. എന്നാൽ സുവിശേഷം എൻ്റെ തലച്ചോറിൻ്റെ അകത്ത് കയറിയപ്പോൾ വന്ന മാറ്റം പേരിനല്ല, മതത്തിനല്ല. കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും തോളത്ത് പിടിച്ചിട്ട് ബ്രദറെ, സഹോദര എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറാണ് സുവിശേഷം ഞങ്ങളിൽ വരുത്തിയ മാറ്റം. ചാലഞ്ച് ചെയ്ത് പറയാം ഈ ലൈവിൽ കൂടെ. ഇപ്പം ഈ നിമിഷം കാവി ഉടുത്തോ ചരട് കെട്ടിയോ കൊന്തയിട്ടോ ഒരാൾ ഇങ്ങോട്ട് കയറി വന്നാൽ തൻ്റെ അടുത്തോളം പറ, ഈ ഇരിക്കുന്ന മുഴുവൻ ഉപദേശിമാരും അവൻ്റെ തോളെ പിടിച്ച് ആദ്യം വിളിക്കുന്ന എന്താണെന്ന് നിങ്ങൾ പറ. ബ്രദർ, എന്താ പേര്? ബ്രദർ എവിടെ വീട്? സഹോദരൻ എവിടെ താമസിക്കുന്നത്? കണ്ടോ? സകല മനുഷ്യനെ ഒന്നുപോലെ കാണാൻ കഴിയുന്ന ഒരു തലച്ചോറാണ് സുവിശേഷം ഞങ്ങളിൽ വരുത്തിയ മാറ്റം. അതുകൊണ്ടാണ് ചില ആളുകൾ ഞങ്ങളെ കളിയാക്കി പറയും. ഈ തിരുവനന്തപുരത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചില ആളുകൾ ഉപദേശിമാരെ കളിയാക്കി പറയും, യവന്മാർക്കൊരു നാണവും മാനവും ഇല്ലാത്തവന്മാരുടെ തന്നെ. യവന്മാരെ അടിച്ചാലും ഇടിച്ചാലും ചവിട്ടി തേച്ചാലും യവന്മാർ പിന്നെയും വലിഞ്ഞേറി വരുമെന്ന്. നാണവും മാനവും ഇല്ലാത്തവന്മാർ. സത്യമല്ലേ വാസ്? സത്യമല്ലേ? ഒരർത്ഥത്തിൽ സത്യമല്ലേ? നമ്മൾ വേറെ നാണവും മാനവും ഇല്ലാത്തവന്മാരല്ലേ? അടിച്ചാലും ഇടിച്ചാലും ചവിട്ടി തേച്ചാലും നമ്മൾ പിന്നെയും വലിഞ്ഞു കയറി ചെല്ലത്തില്ലേ? സഹോദര പ്രാർത്ഥിക്കാം, ബ്രദറെ പ്രാർത്ഥിക്കും. എന്തൊരു നാണം ഇല്ലാത്തവന്മാർ. ശരിയാ. പക്ഷെ ഇന്ന് രാത്രി ആഴകം ദേശം ഒരു സത്യം മനസ്സിലാക്കണം.
നിങ്ങൾ അടിച്ചാലും ഇടിച്ചാലും ചവിട്ടിത്തേച്ചാലും തുപ്പിക്കളഞ്ഞാലും ആക്ഷേപിച്ചാലും പിന്നെയും നാണമില്ലാതെ ഞങ്ങൾ വലിഞ്ഞു കയറി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. കാരണം നീ എൻ്റെ കൂടെ പിറപ്പാന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകം ഞങ്ങളുടെ തലച്ചോറി തന്നതുകൊണ്ട്, എന്നെ നിന്നെ സൃഷ്ടിച്ച ദൈവം ഒന്നാണെന്ന് ഈ പുസ്തകം ഞങ്ങളുടെ തലച്ചോറി തന്നതുകൊണ്ട്, നീ കള്ളു കുടിച്ച് നടക്കുന്ന കാണുമ്പോൾ, നീ തുണിയില്ലാണ്ട് ഓടെ കിടക്കുന്ന കാണുമ്പോൾ, നിന്റെ കുടുംബം തകർന്നെന്ന് കേൾക്കുമ്പോൾ, നീ ആശുപത്രിയിലാണെന്ന് കേൾക്കുമ്പോൾ, നിന്റെ രക്തബന്ധങ്ങൾക്കുണ്ടാകാത്ത ഒരു പെയിൻ പ്രാർത്ഥിക്കുന്നവന്റെ ഉള്ളിൽ സ്വർഗത്തിലെ ദൈവം തരും. അതുകൊണ്ട് ഞങ്ങൾ വലിഞ്ഞു കയറി വരും. സാരമില്ല, വിഷമിക്കണ്ട, കരയല്ലേ, ആത്മഹത്യ ചെയ്യല്ലേ, സാരമില്ല, രക്ഷിക്കും ദൈവം, വിടുവിക്കും ദൈവം. ഇത് പറഞ്ഞുകൊണ്ട് നാണമില്ലാതെ വരും. ഒരു രാത്രി ഉറക്കൊഴിഞ്ഞ് കൂട്ടിരിക്കാൻ രക്തബന്ധം വരാത്തിടത്ത് പ്രാർത്ഥിക്കുന്നവൻ വരും. ഇത് ചുമ്മാ തിയോളജി പറയുന്നതല്ല, അനുഭവിച്ച അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. 2002 ബാപ്പാടെ ഉമ്മാടെ കുടുംബത്തോട് ടാറ്റ പറഞ്ഞ് ഈ പുസ്തകം എടുത്ത് ഇറങ്ങുമ്പോൾ വെല്ലുവിളിച്ച് പറഞ്ഞു, നീ പെന്തിക്കോസി തുള്ളാൻ ഇറങ്ങിയെങ്കിൽ നീ തെണ്ടിത്തിരിഞ്ഞ് ഞങ്ങളുടെ അടുക്ക് വരുവടാ, അന്ന് തരാം നിന്റെ ഓഹരി എന്നൊക്കെ പറഞ്ഞ് ഇറക്കി വിട്ടു. 1 സെന്റ് തരത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞു എന്ന് പറഞ്ഞു, ഞാൻ തെണ്ടിത്തിരിഞ്ഞ് നിന്റെ അടുക്ക് വരാൻ ഞാൻ സേവിക്കുന്ന യേശു തെണ്ടിയല്ലടാ എന്ന് പറഞ്ഞിട്ടാ 23 വർഷം മുമ്പ് ഈ പുസ്തകം എടുത്ത് ഇറങ്ങിയത്. ഇന്ന് വരെ തെണ്ടിപ്പോകാൻ ഈ ദൈവം അനുവദിച്ചിട്ടില്ലെന്ന് ആരുമില്ല. അന്ന് മുതൽ 23 വർഷം, ആമേൻ, രക്തബന്ധങ്ങൾ ഇല്ലാത്തടത്ത് ഇന്ന് ഷമീർ കൊല്ലം, പാസ്റ്റർ ഷമീർ ഈ ഉലകത്തിൻ്റെ ഏത് രാജ്യത്ത് ചെന്നിറങ്ങിയാലും അന്ന് രാത്രി താമസിക്കാൻ വീടും അന്ന് കഴിക്കാനുള്ള ആഹാരവും ലോകത്തിൻ്റെ 5 വൻകരകളിലും ദൈവം തന്നു. സ്തോത്രം. മനസ്സിലായോ? 10ാം ക്ലാസ്സും ഗുസ്തിയായിട്ട് നടന്നവൻ അമേരിക്ക ചെന്നപ്പോഴും ചാവി ഈ കയ്യിൽ തന്നിട്ട് എപ്പോൾ വന്നാലും എയർപോർട്ടിൽ നിന്ന് നേരെ വന്ന് ഇവിടെ കയറിക്കുമെന്ന് പറയാൻ തക്കവണ്ണമുള്ള സഹോദരങ്ങളെ ദൈവം തന്നു. പറഞ്ഞതിൻ്റെ താല്പര്യം, പുസ്തകം അതിന് ആധാരം. ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും അപ്പുറത്ത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിക്കുന്ന സന്ദേശം, അതാണ് സുവിശേഷം. അപ്പോൾ ഒറ്റ രക്തത്തിൽ നിന്ന് മനുഷ്യജാതി ഉളവാക്കി. ഇനി കേട്ടോ, എന്തിനാ? കേട്ടോ എന്തിനാ? ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ ദൈവം. അങ്ങനെ വായിച്ചേ. അപ്പൊ എന്താ അതിന്റെ പ്രത്യേകത? ഈ ദൈവമെന്ന് പറയുന്ന പടച്ചവൻ, സൃഷ്ടാവ്, ഈശ്വരൻ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒതുങ്ങുന്ന പുള്ളി അല്ല. ദൈവത്തെ ഏതെങ്കിലും ഒരു വില്ലേജിൽ തളച്ചിടാൻ പറ്റത്തില്ല. ദൈവത്തെ ഒരു ജില്ലക്കകത്ത് ഒതുക്കാൻ ദൈവം ഇനി മുതൽ എറണാകുളം ജില്ലയിലുണ്ട്, ബാക്കി ജില്ലക്കാരെല്ലാം ഇങ്ങോട്ട് വരാൻ പറയാൻ ഒക്കത്തില്ല. ദൈവത്തെ ഒരു സ്റ്റേറ്റിൽ തളച്ചിടാൻ ഒക്കത്തില്ല. മനസ്സിലായോ? ഹലോ, മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് താളം തുള്ളുന്നവനല്ലെന്ന് സൃഷ്ടാവായ ദൈവം. മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് ഇരിക്കാനും എഴുന്നേക്കാനും നടക്കാനും കിടക്കാനും അടയ്ക്കാനും തുറക്കാനും നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളി അല്ലെന്ന് ദൈവം. നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയോട് പറഞ്ഞാൽ അവൻ കേൾക്കും, ശരി സേട്ടാ, അങ്ങനെ ചെയ്യാം സേട്ടാ എന്നവൻ പറയും, ഇല്ലയോ? അങ്ങനെ മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് താളം ചവിട്ടുന്നവനല്ല സൃഷ്ടാവായ ഈശ്വരൻ. മനസ്സിലായോ? MBBS MDയും ഡിഗ്രിയും ഒക്കെ പഠിച്ച ഡോക്ടർമാര് അവരെ കൊണ്ടാവുന്ന പണി 58 ചെയ്തേ ചൊടുവി പറയുന്നൊരു പദമുണ്ട്, ഞങ്ങളെ കൊണ്ട് ഒക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ സർവശക്തനായ ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ. സകലമാന ഡിഗ്രിക്കും മേലെയാണ് ദൈവം. മനസ്സിലായോ? എടാ മണ്ടം മനുഷ്യ, മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം ഒന്ന് കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ വാഴപ്പിണ്ടി പോലെ റോഡെ കിടക്കുന്ന വെറും ശ്വാസമാണ് നീ. ആമേ, ചില മനുഷ്യൻ്റെ ചിന്ത ഇച്ചിരിയൊക്കെ തിന്ന് കുടിച്ച് ശരീരമൊക്കെ അങ്ങോട്ട് തടിച്ചുരുണ്ട്, ഇല്ല ജിമ്മിലൊക്കെ പോയി അവിടെ ഇവിടെയൊക്കെ മസിലൊക്കെ ഉരുണ്ട് പൊങ്ങി സഞ്ചരിക്കുന്ന ഇറച്ചിക്കട പോലെ അവനിങ്ങനെ നടക്കുമ്പോൾ അവൻ്റെ ചിന്ത ആരെയും കയറി എന്തും ചെയ്യാന്ന്. എടാ മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ നീ വാഴപ്പിണ്ടി പോലെ റോഡെ കിടക്കും, എത്ര കിലോ ഇറച്ചി ഉണ്ടെങ്കിലും. അതുകൊണ്ട് മിനിമം മനുഷ്യനെ പേടിച്ചില്ലെങ്കിലും ദൈവത്തെ ഭയപ്പെട്ടോണം. സ്തോത്രം. മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കമാൻഡിങ് അനുസരിക്കുന്നവനല്ല സൃഷ്ടാവ്. മനസ്സിലായോ? വേണ്ട, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കുഞ്ഞു കാര്യം ഈ കൊച്ചുങ്ങളെ കൊണ്ട് പറയിക്കാം. ഡാ മക്കളെ ഇങ്ങോട്ട് നോക്കടാ, മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാടാ? പറ, ഉറക്കെ പറ. ദൈവം. കണ്ടോ, പിള്ളേർക്ക് മനസ്സിലായി. മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാ? ദൈവം. ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ, ഇതുപോലെ പറയണം. മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാന്ന്? ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാ?
ഇവിടെ കൊച്ചു പിള്ളേരുടെ തലയിൽ കയറിയടാ. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാ മക്കളെ? മനുഷ്യ മൂക്കി ശ്വാസമുള്ള വേട്ട് മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിക്കുകയാണ്. എങ്ങനെ വേണം? ഇരിക്കുന്ന വേണം, നടക്കുന്ന വേണം, കിടക്കുന്ന വേണോ, ലിപ്സ്റ്റിക് ഇട്ട വേണോ, ഇടാത്ത വേണോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ, കളർ വേണോ? ആരുണ്ടാക്കി തരും? ഈ മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ. നിന്റെ തലയ്ക്കകത്ത് ആള് താമസം ഉണ്ടെങ്കിൽ നീ ചിന്തിക്കേ. വേദപുസ്തകം പറയുക, മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്കനുസരിച്ച് താളം ചവിട്ടുന്നവനല്ല സൃഷ്ടാവ്. മനസ്സിലായോ? ദൈവം ആരെന്നറിയണം. വേണ്ട, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. 2018 പ്രളയം വന്നോ? വേഗം പറ. വന്നു. പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ഉൾപ്പെടെ വെള്ളം കയറിയോ? കയറി. പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിലിരിക്കുന്ന യേശുവും ഗീവർഗീസും ഉൾപ്പെടെ ഒഴുകിപ്പോയോ? പറ, സത്യം പറ. നമ്മൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കാനാണ് നമ്മുടെ കാര്യം തന്നെ പറയുന്നത്. പറ, പോയി. ചാക്കോച്ചൻ വെളിയിലിറങ്ങി നോക്കിയപ്പോൾ യേശു തെക്കോട്ടും വർഗീസ് വടക്കോട്ടും ഒഴുകുന്നു, വെള്ളം കയറി വരുന്നു. മേപ്പോട്ട് നോക്കിയപ്പോൾ രക്ഷിക്കാൻ ഹെലികോപ്റ്ററും വരുന്നുണ്ട്. ചാക്കോച്ചൻ ഒറ്റ വിളിച്ച് കാണും, ഹെലികോപ്റ്റർ ഒന്ന് വേഗം വന്നട്ടെ. എന്നെ രക്ഷിക്കുന്നതാണോ വർഗീസിനെ രക്ഷിക്കുന്നതാണോ? സത്യസന്ധമായി പറയണം, കള്ളം പറയരുത്. എന്നെ രക്ഷിക്കുന്ന മനുഷ്യൻ വിളിച്ചത് അല്ലേ? ചാക്കോച്ചൻ ഹെലികോപ്റ്റർ തൂക്കി വന്ന് ചാക്കോച്ചന് തൂക്കിയെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി രക്ഷിച്ചു. ഓക്കെ, 3 ആഴ്ച കഴിഞ്ഞ് വെള്ളമൊക്കെ ഇറങ്ങി ചാക്കോച്ചൻ തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ ഒഴുകിപ്പോയ വർഗീസ് അവിടെ ചെളി പിടിച്ച് കിടക്കുന്നു. പുള്ളി ഓടിച്ചെന്ന് അതിനെ തുടച്ചെടുത്ത് ഷോക്കേഴ്സിൽ കൊണ്ട് വെച്ചാൽ അതിനോട് പറയുക, എന്നെ രക്ഷിക്കണേ എന്ന്. ഇവൻ എന്ന് നേരം വെളുക്കുമെന്ന് നിങ്ങൾ പറ. ഉള്ളയാണോ ഈ പറഞ്ഞത്? എടാ മണ്ടം മലയാളി, ഇത് ചിന്തിക്കാനുള്ള ബോധം പോലും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായിട്ട് പോലും ഇവിടുത്തെ വലുതിന് ഇത് മനസ്സിലാകുന്നില്ല. ദൈവം ആരാ? മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യനാണോ ദൈവത്തെ കമാൻഡ് ചെയ്യുന്നത്? വല്ലതിനും മുട്ടുള്ള ഭിക്ഷക്കാരനെ പോലെ മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യൻ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന നാണയത്തുട്ടുകൾക്ക് വേണ്ടി വഴിയരികിലിരുന്ന് കൈനീട്ടുന്ന ഭിക്ഷാന്തേഹിയാണോ ഈശ്വരൻ? ബസ്സേ പോയ ഒരുത്തൻ ദൈവത്തിന് 5 രൂപ എറിഞ്ഞു കൊടുത്താ പുറകെ ബൈക്കിൽ വന്നവൻ്റെ കണ്ണം കടിച്ചു പോയി. 5ൻ്റെ തുട്ടായിരുന്നു. അയ്യോ, അഞ്ചൽ നടന്ന സ്ഥലമായി കാര്യമായി പറഞ്ഞേ. മനുഷ്യന് ബോധമുണ്ടോ? ഇന്ന് രാത്രി സൃഷ്ടാവിനെ അറിയണം. അപ്പം ദൈവം എവിടാ വാസ കുടിയിരിക്കുന്നത്? വേദപുസ്തകം പറയുന്നു, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ ദൈവം വസിക്കുന്നില്ല. ഭൂകമ്പം ഉണ്ടായ കെട്ടിടം ഇടിഞ്ഞു വീഴും. ദൈവം അതിനകത്ത് ഇരിപ്പുണ്ടായി വിശ്വാസി വെളിയിൽ ഇറങ്ങിയെന്ന് എൻ്റെ യേശുവിനീ ഗതി വന്നല്ലോ നെഞ്ചത്തടിക്കേണ്ടി വരും. ഇല്ലില്ലില്ല, കെട്ടിടങ്ങളിലെല്ലാം ദൈവം കുടിയിരിക്കുന്നത്. പിന്നെ എവിടെ? ഇന്ന് രാത്രി കേട്ടോ ആമേൻ. എൻ്റെയും നിൻ്റെ ഹൃദയമാകുന്ന മന്ദിരത്തിൽ വസിക്കാനാണ് ദൈവത്തിൻ്റെ ആശ. അതുകൊണ്ട് ഇന്ന് രാത്രി തുറക്കപ്പെടേണ്ടത് കെട്ടിടത്തിന്റെ വാതിലുകളല്ല, നിന്റെ ഹൃദയത്തിന്റെ വാതിൽ ഇന്ന് രാത്രി ദൈവത്തിനായി തുറക്കപ്പെടട്ടെ. സ്തോത്രം. ഇനി ആ വാക്യം ഇനി കേട്ടാൽ മനസ്സിലാവും എന്താണ്. ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ ദൈവം എവിടാ കുടിയിരിക്കുന്നത്? മനുഷ്യന്റെ ഹൃദയത്തിലാ ദൈവം വസിക്കാൻ ആശിക്കുന്നത്. അപ്പൊ ഭൂതലത്തിലെങ്ങും ദൈവം കുടിയിരിക്കണമെങ്കിൽ ഭൂതലത്തിലെങ്ങും ആര് വേണം? മനുഷ്യന്മാർ വേണം. അതുകൊണ്ട് ഒരുത്തനിൽ നിന്ന്, ആദമിൽ നിന്ന് എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആ നോക്കി. ഓ, എന്നാ ഒരു മർമ്മം. ഒറ്റ രക്തത്തിൽ നിന്ന് മനുഷ്യജാതിയെ സൃഷ്ടിച്ചു. ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ വസിക്കാൻ ആശിച്ചപ്പോൾ ദൈവത്തെ മറക്കുവാൻ തക്കവണ്ണം മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ അകത്ത് ആര് പ്രവേശിച്ചു? ഈ ഇരുട്ട്, പാപമെന്ന് പറയുന്ന ഇരുട്ട് മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചു. ഇനി കേട്ടോണം, പാപം അകത്ത് കയറിയപ്പോൾ മനുഷ്യന് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ സൃഷ്ടാവിനെ മറന്നു. മനുഷ്യൻ ദൈവത്തെ മറന്നു, ദൈവ വഴി വിട്ടു ജീവിച്ചു. അതുകൊണ്ട് പൗലോസ് റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞത് കേട്ടെ. റോമാലേഖനം 1-ാം അധ്യായം 21, 22, 23 വാക്യങ്ങളൊന്ന് വേഗത്തിൽ വായിച്ചു കൊടുത്തേ. റോമർ 1-ന്റെ 21, 22, 23 വേഗത്തിൽ. 1-ന്റെ 21, 22, 23. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. നിൽക്കട്ടെ, മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും ഒരു സൃഷ്ടാവുണ്ട്, ഒരു ഈശ്വരനുണ്ട്, ഒരു ദൈവമുണ്ട് എന്ന് മനുഷ്യൻ അറിഞ്ഞിട്ടും ഇന്ന് 2026 ദൈവം ഇല്ലെന്ന് പറയുന്ന ഒരു തലമുറ നമ്മുടെ മുമ്പിൽ വളർന്നു വരിക. ദൈവം ഇല്ലെന്നാ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മളിപ്പോൾ 6 വരി പാത ഹൈവേ വരിക,
തിരുവനന്തപുരത്ത് കരമനയിൽ നിന്ന് ബാലരാമപുരം വരെ നല്ല പാളീനായി കിടപ്പുണ്ട് 6 വരിപ്പാത ഹൈവേ. ഞാൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ യോഗത്തിന് പോയപ്പോൾ കണ്ടു. നല്ല പാളീനായി കിടക്കുന്ന 6 വരിപ്പാത ഹൈവേ. വിട്ടടിച്ച് പോകാം കാറിനകത്ത്. നല്ല സിഗ്നൽ സംവിധാനം, റബ്ബർ ടാറിങ്, ഇതെല്ലാം ഉണ്ടായിട്ടും കേട്ടേ, കരമനേന്ന് ബാലരാമപുരം എത്തുന്നതിനിടയ്ക്ക് മിനിമം 2 വണ്ടിയെങ്കിലും അവിടെ തട്ടി കിടപ്പുണ്ട് സൈഡിൽ. ഇത്രയും സംവിധാനം ഉണ്ടായിട്ടും 2 എണ്ണം അവിടെ ഇടിച്ചു കിടക്കുമ്പോൾ മലയാളി കണ്ണുകൾ ഉയർത്തി ആകാശമണ്ഡലത്തിലേക്കൊന്ന് നോക്കണം. ഈ ആകാശമണ്ഡലങ്ങളിൽ, സൗരയൂഥങ്ങളിൽ, ഭ്രമണപഥങ്ങളിൽ രാവും പകലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒറ്റ ഗ്രഹത്തിന് ഡ്രൈവർ ഉണ്ടോ? ഉണ്ടോ അച്ഛാ? ഡെയിലി 2 എണ്ണം വെച്ച് ഇടിച്ചുകൊണ്ടിരിക്കുവാണോ? അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സർവശക്തന്റെ കരം ഇതിന്റെ പുറകെ ചലിക്കുന്നുണ്ടെന്ന് മനുഷ്യൻ അറിയണം. അതാ ഒരു ദൈവമുണ്ട്. പുതിയ തലമുറ പറയും ദൈവം ഇല്ലെന്ന്. വേറെ കുറച്ച് പിള്ളേർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അവർ പറയുന്നത് ഡിങ്കനാണ് ദൈവമെന്ന്. ഡിങ്കമതം. ഡിങ്കനെ അറിയാമോ? ഓ, അറിയാനൊന്നുമില്ല. നിക്കറ് പുറത്തിട്ടൊരു ചുണ്ടലി, അത്രയേ ഉള്ളൂ. വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട. നിക്കറ് പുറത്തിട്ടൊരു ചുണ്ടലി. ഡിങ്കനാണ് ദൈവമെന്ന്. എന്നാ കേട്ടോ, മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവന്റെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നെന്ന്. കാരണം എന്താ? അടുത്ത വാക്ക്, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. കാരണം മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് ഈ പാപം എന്ന് പറയുന്ന ഇരുട്ട് കയറി. എന്നിട്ട് ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. കേട്ടെ കേട്ടെ കേട്ടെ, പാപം അകത്തോട്ട് കയറിയപ്പോൾ മനുഷ്യനൊരു ചിന്ത കയറി. ജ്ഞാനികൾ, എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ട. മനുഷ്യന്റെ ചിന്തയാത്. തിരുവനന്തപുരത്തിന്റെ തെക്കേ അറ്റം പാലോട് ഞാനൊരു യോഗത്തിന് പോയി. അപ്പോൾ സംഘാടകൻ എന്നെ അടുത്ത വീട്ടിലെ ബന്ധുവിൻ്റെ അടുക്ക് സുവിശേഷം പറയാൻ കൊണ്ടുപോയി. കത്തോലിക്കക്കാരനായ അച്ചാന. പുള്ളി ചാരിവാസരെ ഇങ്ങനെ കിടക്കുക. എന്നോട് പറഞ്ഞു, ആ ഉപദേശി നന്നാട്ടെ ഇരുന്നാട്ടെ സംസാരിക്കുക. ഞാൻ സുവിശേഷം പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്നോട് പറയാ, എൻ്റെ പൊന്നു ഉപദേശി, 54 വർഷമായിട്ട് ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന എൻ്റെ അടുത്താണോ ഇന്നലെ ഇങ്ങോട്ട് വന്ന മോൻ യേശുവിനെ കുറിച്ച് പറയാൻ? ഒന്ന് ചിന്തിച്ചു നോക്കേ. പുള്ളിയുടെ ചിന്ത 54 വർഷമായിട്ട് പുള്ളി ആരാന്നാ? ക്രിസ്ത്യാനി. അപ്പം എനിക്ക് മനസ്സിലായി, ഇനി പുള്ളിയോട് പറഞ്ഞിട്ട് കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന പോലെ. ഞാൻ പറഞ്ഞു, ആട്ടെ അച്ചായ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ചങ്ങ് പോട്ടെ. പ്രാർത്ഥിക്കുക, അത് നല്ലതാ. എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ നിന്ന്. അപ്പോൾ എൻ്റെ ഉള്ളിൽ വന്നൊരു ചിന്ത ഞാൻ ചോദിച്ചു, അച്ഛാ ഒരു കാര്യം ചോദിച്ചോട്ടെ, എത്ര വർഷമായിട്ട് ക്രിസ്ത്യാനിയാന്നാ പറഞ്ഞേ? 54 വയസ്സുണ്ട്. ജനിച്ചപ്പോഴേ. അപ്പം ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, എന്നാ മോനെ ഈ യേശുവിൻ്റെ പേരെന്താന്ന് ചോദിച്ചു. എന്താന്ന്? യേശുവിൻ്റെ പേരെന്താന്ന് ചോദിച്ചു. ഉടനെ പുള്ളി എന്നെ ഒന്ന് നോക്കി. പുള്ളി പറഞ്ഞ മറുപടി, പുള്ളി പറഞ്ഞ ഭാഷയിൽ തന്നെ ഞാനങ്ങ് പറയാം. പുള്ളി എന്നോട് പറയുക, യാശുവിൻ്റെ പേര് യാശു, ഇപ്പം വേറെ എന്തൊരു പേരിരിക്കണം യാശുവിനെന്ന്. ഒന്ന് ചിന്തിച്ചേ. യാശുവിൻ്റെ പേര് യാശു, ഇപ്പം വേറെ എന്തൊരു പേരിരിക്കണം. വേറെ പേരുണ്ടാ ഇപ്പം യേശുവിന്? ചിന്തിച്ചേ. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവന് പേർ വിളിക്കപ്പെടും എന്ന് തിരുവചനത്തിലുണ്ട്. 54 വർഷത്തെ ക്രിസ്ത്യാനി അത് കണ്ടിട്ടില്ല. അല്ല, പുള്ളിയുടെ കുഴപ്പമല്ല. കാരണം ഇത് കാണണമെങ്കിൽ പുസ്തകം എന്ത് ചെയ്യണം? തുറക്കണം. അതില്ലല്ലോ. പുസ്തകമെടുത്ത് പിന്നെ ഷോക്കേഴ്സിൽ വെച്ച് കറണ്ട് ചാർജിൻ്റെ കോപ്പിയും കരമടച്ചതിൻ്റെ രസീതും തൊഴിലുറപ്പിൻ്റെ ചീട്ടും നോട്ടീസും ഇതെല്ലാം കൊണ്ട് ബൈബിളെ കയറ്റി വെച്ച് ചെമ്പരത്തിപ്പൂവും പറിച്ചിട്ട് ചന്ദനത്തിരിയും കത്തിച്ച് പുകച്ച് പുസ്തകമെടുത്ത് ഷോക്കേഴ്സിൽ വെച്ച് ഈ റോഡെ കൂടെ ഓലക്കാലം പിടിച്ചുകൊണ്ട് നടക്കുന്നത് കാണാം. പിന്നെ അങ്ങനെ കാണണമെങ്കിൽ നീ പുസ്തകം തുറക്കണമെന്നായി പറഞ്ഞത്. ഒരു പെന്തിക്കോസുകാരൻ്റെയും വാക്ക് നീ കേൾക്കണ്ട. നീ വീട്ടിലിരിക്കുന്ന പുസ്തകം തുറന്നൊന്ന് വായിച്ചാൽ മതി. തിരുവെഴുത്ത് പറയുന്നു, നീ സത്യം അറിയുകയും സത്യം നിന്നെ സ്വതന്ത്രനാക്കുകയും ചെയ്യും. സ്തോത്രം. അപ്പൊ നോക്ക്, ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ടവർ മൂഢരായി പോയി. ഇനിയുണ്ട് അനുഭവം. തീരദേശം, ഞങ്ങളുടെ നാട്ടിലെ തീരദേശം നിങ്ങൾക്കറിയാം, നീണ്ടകര. നല്ല മീൻ കിട്ടുന്ന ഞങ്ങളുടെ നാടാണ്. നീണ്ടകര ശക്തികുളങ്ങര ഭാഗത്തെ തീരദേശത്ത് സുവിശേഷം പറയാൻ പോയി. അപ്പോൾ വള്ളപ്പണിക്ക് മത്സ്യബന്ധനത്തിന് പോകുന്ന ഒരു അച്ചായൻ വള്ളത്തിൽ ചാരി നിൽപ്പുണ്ട്. അടുത്ത് ചെന്ന് കുശലം പറഞ്ഞു, എന്നാ ഉണ്ടാച്ചാ? ഇങ്ങനെയൊക്കെ പോകുന്നു ഉപദേശി. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം മീനൊക്കെ കുറവാ ഉപദേശി, പണിയൊക്കെ ഇച്ചിരി കുറവാ, പ്രാർത്ഥിക്കണം, നല്ല മീൻ കിട്ടും. പിന്നെ കർത്താവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മേഖലയാണല്ലോ ഈ തീരദേശം എന്ന് പറയുന്നത്. കർത്താവ് അവരെ ഒത്തിരി സ്നേഹിച്ചതാണ്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അച്ചായൻ കൈലി കൊടുത്തിട്ടുണ്ട്, ഉടുപ്പില്ല. വായിക്കകത്ത് മുറുക്കാനുണ്ട്, പക്ഷേ നെഞ്ചത്ത് വലിയൊരു കുരിശുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കൗതുകത്തിൽ നിന്നുകൊണ്ട് ചോദിച്ചു, എന്നാ അച്ഛാ ഇത്രയും വലിയ കുരിശ് നെഞ്ചത്തിട്ടേക്കുന്നതെന്ന് ചോദിച്ചു.
ഉപദേശിമാർക്കൊന്നും അറിയത്തില്ലയോ? എന്നാച്ചാ കുരിശ് കണ്ട പിശാച് അടുക്കിയാലോ ഉപദേശി. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛാ ഞാൻ ബൈബിള് മൊത്തം വായിച്ചിട്ടും അങ്ങനെ ഒരു വാക്യം ഇതുവരെ കണ്ടിട്ട്. ഇതെവിടെ അച്ഛാ ബൈബിള്? ബൈബിളിലല്ല ഉപദേശി, സീരിയല്ലാന്ന്. സീരിയലില് പിശാച് വെള്ള സാരിയും വെള്ള ബ്ലൗസ് കൊടുത്ത് ചട്ടി പുകയുമ്പോൾ വെച്ച് പാട്ടും പാടി വരുമ്പോൾ അച്ഛൻ കുരിശെടുത്ത് അങ്ങോട്ട് കാണിക്കുന്നു, കുരിശിൽ നിന്ന് പ്രകാശം അങ്ങോട്ട് അടിക്കുന്നു, പിശാച് അലറിക്കൊണ്ട് ഓടുന്നു. ഇത് കണ്ടപ്പോൾ ഈ പാവപ്പെട്ടവൻ്റെ മനസ്സിൽ ചിന്ത കയറി, കുരിശ് കണ്ട പിശാച് അടുക്കുകയല്ല. നോക്കിയേ, പലരുടെയും മനസ്സിൽ അങ്ങനെ ഉണ്ട്. അപ്പം നമ്മൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുരിശിരിക്കുന്ന ഒരു സ്ഥലം ഞാൻ പറയട്ടെ, സെമിത്തേരി. മാർബിളിൻ്റെ കുരിശ്, ഗ്രാനൈറ്റിൻ്റെ കുരിശ്, തടിയുടെ കുരിശ്, സിമൻറ്റിൻ്റെ കുരിശ്, എല്ലാ കുരിശും ഇരിക്കുന്ന സ്ഥലമാണ് സെമിത്തേരി. അങ്ങനെയാണെങ്കിൽ പിശാചിൻ്റെ പൊടി പോലും ഇല്ലാത്ത സ്ഥലം ഏതായിരിക്കണം? കാര്യം ഇത്രയും കുരിശിരിക്കുക. പിന്നെ ദൈവത്തിൻ്റെ ശക്തി, വെളിച്ചം, പ്രകാശം ഇങ്ങനെ അടിച്ചു നിൽക്കുന്ന സ്ഥലം ഏതായിരിക്കണം? സെമിത്തേരി. അങ്ങനെയാണെങ്കിൽ അവിടെ ഇരുന്നല്ലേ കുർബാന കഴിക്കേണ്ടത്? സാന്നിധ്യം അവിടെ അല്ലേ? പോയാലോ? 10 മണി കഴിഞ്ഞാൽ രക്തം ജയം പറഞ്ഞ് അതുവഴി. ഇപ്പം നോക്കേ, ഈ ആരും കുറ്റമല്ല ഇതാരുടെയും, അവർക്ക് അറിയത്തില്ല. കാരണം മനസ്സിൻ്റെ അകത്ത് ഈ കണ്ടതും കേട്ടതും ഒക്കെ പതിഞ്ഞു പോയി. തിരുവഴുത്ത് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അറിവില്ലായ്മ അല്ല, കുറ്റമല്ലതേ. അപ്പൊ നോക്ക്, ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ മൂഢരായിപ്പോയി. എന്നിട്ട് എന്താ ചെയ്തേ? വായിക്കേ. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. പാപമകത്തു കയറിയപ്പോൾ മനുഷ്യൻ സൃഷ്ടിച്ചവനെ അങ്ങ് മറന്നു. സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം സൃഷ്ടിക്ക് കൊടുത്തെന്ന്, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യൻ പങ്കുവെച്ചെന്ന്. ആർക്കൊക്കെ? മനുഷ്യന് മഹത്വം കൊടുത്തു. പക്ഷി, നാൽക്കാലി, ഇഴജാതി. ശ്രദ്ധിച്ചേ, മനുഷ്യൻ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും പുകഴ്ചയും മനുഷ്യന് കൊടുത്തപ്പോൾ ഇവിടെ ആരുണ്ടായി? ആൾ ദൈവങ്ങളുണ്ടായി. മൂക്കി ശ്വാസമുള്ള മനുഷ്യൻ ആൾ ദൈവങ്ങളായി മാറി. ഓരോ ആഴ്ച ഓരോ പഞ്ചായത്തിൽ നിന്നാണ് ഇപ്പോൾ ആൾ ദൈവങ്ങൾ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നത്. 3 മാസം മുമ്പ് ഞാനും പത്രത്തിൽ വായിച്ചു, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ ദൈവത്തിന് പനിയാണ്, എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന്. എടാ, എന്നിട്ടും മനസ്സിലാക്കാത്ത മണ്ടം മലയാളി. സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം പങ്കുവെച്ചെന്ന് മനുഷ്യന് മഹത്വം കൊടുത്തു. അടുത്തത് പക്ഷി, അടുത്തത് നാൽക്കാലി, അടുത്തത് ഇഴജാതി എന്നിവിടെ രൂപസാദൃശ്യമായി മനുഷ്യൻ മാറ്റി. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഇതിനൊക്കെ കൊടുത്തു. ഇവിടെ പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനി ഈ 4നെയും കൂടെ ഒന്നിച്ച് ഒരു കണ്ണാടി കൂട്ടിലാക്കി ജംഗ്ഷനിൽ വെച്ച് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുക. നാൽക്കാലി, മേലെ ഇരുകാലി, കീഴെ ഇഴജാതി, ഇഴജാതിക്ക് 2 ചിറകം. അടിപൊളി. ഇന്ന് രാത്രി മാനസാന്തരപ്പെടണം. മനസ്സിലായോ? സ്തോത്രം. അപ്പം പാപം അകത്തു കയറിയപ്പോൾ മനുഷ്യന് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം, സൃഷ്ടാവായ ദൈവത്തെ മറന്നു. സൃഷ്ടിക്ക് മഹത്വം കൊടുത്തു. പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് മനുഷ്യൻ തെറ്റി കൂപ്പുകുത്തിപ്പോയിക്കൊണ്ടിരുന്നപ്പോൾ മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരു പദ്ധതി ഒരുക്കി. ആ പദ്ധതി പ്രവാചകൻ മുഖാന്തരം ജനത്തോട് വിളംബരം ചെയ്തു. എന്താ? കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. കേട്ടോ, യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം 700-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറയുക, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. എത്ര വർഷം മുമ്പാ? 700 വർഷം മുമ്പ് പരിശുദ്ധാത്മാവിൽ പ്രവചിച്ച പ്രവചനം. കന്യക ഗർഭിണിയായി ഒരു മകനെ, മകനെ അമ്മാമേ പ്രസവിച്ചപ്പം മോളായിപ്പോയോ? മകനെ എന്നല്ലേ പ്രവാചകൻ പറഞ്ഞേ? അത് തെറ്റിപ്പോയി. പ്രസവിച്ചപ്പോൾ മോളായോന്ന് ഇല്ല. ആരായിരുന്നു? മോൻ തന്നെ ആയിരുന്നു. അതാ ദൈവത്തിൻ്റെ പ്രവാചകൻ. 700 വർഷം മുമ്പ് മോനെന്ന് പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല, മോനാ. നമ്മുടെ നാട്ടിൽ കറക്കി കുത്തുന്ന പ്രവാചകന്മാരുണ്ട്. ടി വിയിലും ഫേസ്ബുക്കിലും ഒക്കെ കറക്കി കുത്തുന്നതുണ്ട്. ആ കറക്കിക്കുത്ത് പ്രവാചകന്മാരുടെ കെണി പോയി പെട്ടിട്ട് പെന്തിക്കോസുകാരെല്ലാം കള്ളന്മാരെന്നൊന്നും പറഞ്ഞേക്കരുത്. ഞങ്ങൾക്ക് ഇത്തരം ക്ഷുദ്രജീവികളുമായിട്ട് ഒരു ബന്ധവുമില്ല. ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഇനി അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാകില്ല. ഈ കാലത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു മാങ്ങയില്ലേ? മാങ്ങയുണ്ട്. അപ്പുറത്തൊരു തേങ്ങയില്ലേ? തേങ്ങയുണ്ട്. ഒരു ഇടിഞ്ഞ മതിൽ ഞാൻ കാണുന്നു. കാണുന്നു. അതാണോ നിങ്ങളുടെ വീട്? നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്? അത് ആത്മാവിന് അറിഞ്ഞുകൂടാ. മാങ്ങ അറിയാം, ചക്ക അറിയാം, തേങ്ങ അറിയാം. വീട്ടിൽ എത്ര പേരുണ്ടെന്ന്
ഇതുപോലുള്ള കുറേ പിന്നെ മന്ദബുദ്ധികളെ വിഡ്ഢികളെ വിളിച്ച് കയ്യിലുള്ള പൈസയും പോയി നേരവും കളഞ്ഞ് പിന്നെ ടി വി കണ്ട പ്രവാചകന്മാരെല്ലാം നമ്പറിൽ കുത്തി നല്ലപോലെ മുട്ടയിട്ടുകൊണ്ടിരുന്ന കോഴിയാണ് ഭാഷ ഇപ്പം മുട്ട ഇടുന്നില്ല. എന്താന്ന് പ്രവാചകൻ പറയണമെന്ന്. അണ്ട് വചനം എത്ര പഠിച്ചിട്ടും പരിജ്ഞാനമില്ലാത്ത കുറേ മന്ദബുദ്ധി പെണ്ണുങ്ങളുമുണ്ട്. അതുകൊണ്ട് ഇമാതിരി കാര്യത്തിൽ പോയി തല വെച്ച് കൊടുത്തിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെ ദൈവസഭയെക്കുറിച്ച് കുറ്റം പറയരുത്. ഉള്ള കാര്യം പറഞ്ഞേക്കാം. നിന്റെ മാങ്ങയും തേങ്ങയും ചക്കയും വീടും കുടുംബവും വിസയും ഇതൊന്നും പ്രവചിക്കുന്നവരല്ല ബൈബിളിലെ പ്രവാചകന്മാർ. ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞ ആ ഭാഗം വിടാം. നാം നിന്നെ ലോകത്തോട് അടുപ്പിക്കുന്നതൊന്നും ദൈവത്തിൻ്റെ പ്രവാചനമല്ല. ദൈവത്തിൻ്റെ പ്രവാചകൻ നിന്നെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കും. ഇത്രയും പറഞ്ഞങ്ങ് വിടാം. അല്ലാതെ ഈ പിന്നെ ഓരോന്നീ കൊണ്ട് തല വെച്ചേച്ച് പിന്നെ അയ്യോ ആ പാസ്റ്ററുകളിലെ ഈ പാസ്റ്ററുകളിലെ നീ നല്ലതിൻ്റെ അടുത്ത് പോകാത്തതിന് ഞങ്ങളുടെ കുഴപ്പമാണോ? ബി ബാബു രാജൻ ഇങ്ങനെ കുറേ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ കർത്താവും പേര് വിളിച്ചിട്ടുണ്ട്, സക്കായിയേ ഇറങ്ങി വാ. ക്രിസ്റ്റൽ ക്ലിയറാ അല്ലേ? മുമ്പേ പറഞ്ഞു വെച്ചൊന്നുമില്ലല്ലോ, നാളെ ഞാൻ എരിഹോവിൻ്റെ അടുത്തൂടെ വരും, നീ മരത്തിൽ കയറിയിരിക്കണം, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വിളിച്ചോളാം എന്നൊന്നും പറഞ്ഞില്ലല്ലോ. കൃത്യം പ്രവചനമാണ്. സക്കായിയേ ഇറങ്ങി വാ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, പ്രിന്റിംഗ് മിസ്റ്റേക്ക് കൊണ്ടുപോലും ഒരു അധികം ഉണ്ടോ ബൈബിളിൽ? സക്കായിന്ന് ഇറങ്ങി വിളിച്ചെടുത്ത് ബൈബിളിൽ പ്രിന്റ് ചെയ്തപ്പം മിസ്റ്റേക്ക് പറ്റി ഒരു എങ്കിലും അധികം ഉണ്ടോന്ന് ഉണ്ടോ? ചക്ക. അതുകൊണ്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദേശത്തിൻ്റെ നടുവിൽ പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ അപമാനിക്കുവാൻ ഇമാതിരിയുള്ള കുറേ കള്ളക്കൂട്ടങ്ങൾ ക്ഷുദ്രജീവികൾ പരിസരങ്ങളിൽ ഉണ്ടാകാം. അതൊന്നും കൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവസഭയെ നിങ്ങൾ വിലയിരുത്തരുത്. ഇമാതിരി ക്ഷുദ്രജീവികളുമായി ഞങ്ങൾക്ക് ബന്ധമില്ല. ഉള്ള കാര്യം ഇപ്പോഴേ അങ്ങ് പറഞ്ഞേക്കുക. നിങ്ങൾ ഈ മനസ്സിലാക്കിയതൊന്നും അല്ല പെന്തക്കോസ്ത്. ഇതിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവജനമുണ്ട്. ഇതിൻ്റെ അകത്ത് കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്ന വിശുദ്ധ ഗണമുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് ഈ അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയിട്ട് വിലയിരുത്തല്ലേ പ്ലീസ്. ഇനി അത് മനസ്സിലാക്കാൻ വേണേൽ സിമ്പിളായിട്ടൊരു കാര്യം അങ്ങ് പറഞ്ഞു വിടാം. സിമ്പിൾ. ഇല്ലെങ്കിൽ ഇവർക്ക് വിഷമം വരും. അതുകൊണ്ടാണ്. മോനുണ്ടോ? മോനോ മോളോ ഉണ്ടോ? മോൻ്റെ പേരെന്തുവാ? സാംസൺ. ഒരു ഉദാഹരണം പറയാൻ വേണ്ടി പുള്ളിയെ മോനെ എടുക്കുക കേട്ടോ. അപ്പം സാംസൺ എന്ന് പറയുന്ന മോൻ, ഇത് അപ്പനും മോനും തമ്മിലുള്ള ബന്ധമൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അത്ര ആഴത്തിലുള്ള ബന്ധമാണേ ആണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇവർ തമ്മിൽ. എന്തെന്നറിയാമോ? ഈ അപ്പൻ ഈ സാംസൺ എന്ന് പറഞ്ഞ മോനോട് ഒന്നും മിണ്ടൂല. നാളുകളായിട്ട് മിണ്ടൂല. പുള്ളി മിണ്ടത്തേയില്ല ഈ അപ്പൻ മോനോട്. കേൾക്കണേ. അങ്ങനെ ഇരിക്കുമ്പം സാംസണ് ഒരു ചിന്തയുണ്ടായി, ഒരു കാറ് മേടിക്കണം. സാംസൺ ഒരു ചിന്തയുണ്ടായി, കാറ് മേടിക്കണം. ഒറ്റയ്ക്ക് നടക്കത്തില്ല, അതിനാരും കൂടെ വേണം. അപ്പൻ്റെ ഹെൽപ്പ് കൂടെ വേണം, എന്നാലേ നടക്കുള്ളൂ. പക്ഷേ പുള്ളി ഒട്ടൊന്നും മിണ്ടുന്നുമില്ല. അങ്ങനെ സാംസൺ അങ്ങനെ ആശയക്കുഴപ്പത്തിലിരിക്കുമ്പം തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നു ചന്ദ്രൻ ചേട്ടൻ. കേൾക്കണേ. ഉടനെ സാംസൺ നേരെ ആരെ കാണാൻ ചെന്നു? ചന്ദ്രൻ ചേട്ടനെ കാണാൻ ചെന്ന് പറഞ്ഞു, ചന്ദ്രേട്ടാ എന്നാ ഉണ്ട് മോനെ സാംസ? സുഖമായിട്ടിരിക്കുന്നു ചന്ദ്രേട്ടാ. ഞാനൊരു വിഷയം പറയാൻ വന്ന. എന്താ? എനിക്കൊരു കാറ് മേടിക്കണമെന്ന് താല്പര്യമുണ്ട്. ഉണ്ട്. പക്ഷേ അതിന് എൻ്റെ അപ്പൻ അതിനെക്കുറിച്ചുള്ള അപ്പൻ്റെ ഹിതം എന്തുവാണെന്നൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പുള്ളി എന്നോട് മിണ്ടുന്നില്ല. അപ്പോൾ ചന്ദ്രേട്ടനൊന്ന് ഹെൽപ്പ് ചെയ്യണം, പപ്പായോടൊന്ന് ചോദിക്കണം കാറ് മേടിക്കാൻ ഉള്ള കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ചന്ദ്രേട്ടൻ പറയുക, ഞാൻ ചോദിക്കാം മോനെ. എന്നിട്ട് ചന്ദ്രേട്ടൻ ആരുടെ വന്നു? അപ്പൻ്റെ അടുക്ക് വന്നിട്ട് പറയാ, സാംസണ് കാറ് മേടിക്കണമെന്നൊരാഗ്രഹം ഉണ്ട്, അതിനകത്ത് ഇടപെടാൻ വല്ലതും താല്പര്യം ഉണ്ടോ, വല്ലതും കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഉടനെ അപ്പൻ പറയാ, കുഴപ്പമില്ല ചെയ്യാം, പക്ഷേ ഇപ്പം ഞാൻ ഇച്ചിരി ടൈറ്റാണ്, ഒരു ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴത്തേക്കാണെങ്കിൽ നോക്കാം. അപ്പൻ പറഞ്ഞു. ഉടനെ ചന്ദ്രേട്ടൻ നേരെ ഇപ്പുറത്ത് വന്നിട്ട് പറയാം, മോനെ സാംസ, കാറിൻ്റെ വിഷയത്തിൽ ഏപ്രിൽ മാസത്തിൽ ഒരു വിടുതൽ കാണുന്നുണ്ട്. ചിലർക്ക് മനസ്സിലായി, ചിലരിങ്ങനെ അന്തം വിട്ടിരിക്കുക. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇതാരാ? അപ്പൻ. സാംസനാരാ? മകൻ. അപ്പൻ മകനോട് മിണ്ടത്തില്ല. മകനെക്കുറിച്ചുള്ള അപ്പൻ്റെ ഹിതം അറിയണമെങ്കിൽ അയലത്തെ ചന്ദ്രൻ ചേട്ടനോട് പോയി ചോദിക്കണമെന്ന് പറയുന്ന പോലെ, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയെന്നും ഏത് സമയത്തും ധൈര്യത്തോടെ കൃപാസനത്തിങ്കിൽ അടുത്തു വരുവാൻ അപ്പ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അവൻ നമുക്ക് നൽകിയെന്നും തിരുവെടുത്ത് പറയുമ്പോൾ, എന്നെക്കുറിച്ചുള്ള ദൈവഹിതം അറിയാൻ ഞാൻ പവർ വിഷനിൽ കാണുന്ന പ്രവാചകനെ കുത്തി വിളിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാകുന്നുണ്ടോ? അവിടെയാ പരാജയം. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വരുന്ന ദൈവത്തെയാണ് ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്.
നിന്നോട് സംസാരിക്കാൻ കഴിവുള്ള ദൈവത്തെ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. അതിന് നിങ്ങളെ മുമ്പിൽ തെളിയിക്കാൻ ഈ ജീവിതം കൊണ്ട് തെളിയിക്കാം. 7 വർഷം മദ്രസയിൽ ഖുർആൻ പഠിച്ച അറിവല്ലാതെ ഒരൊറ്റ മാസം ഒരു ബൈബിൾ കോളേജിൽ പോയി പഠിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല. ദോഷമായതുകൊണ്ടല്ല, കിട്ടിയിട്ടില്ല. കിട്ടിയവരൊക്കെ ലോട്ടറി പോലെ പോയി പഠിച്ചോണം, കിട്ടിയിട്ടില്ല. എന്നാൽ ഒരിക്കലൊരു പ്രാർത്ഥനാ മുറിയിൽ ഒരു വാക്യം ഹൃദയത്തിൽ കയറി കൊളുത്തി, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് ആ വാക്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാനിരുന്ന്, എൻ്റെ ദൈവമേ നീ എന്നോട് സംസാരിക്കണം, എന്നെ പഠിപ്പിക്കണം, ഈ പുസ്തകവുമായി ഒരു വേദിയിൽ നിന്നുകൊണ്ട് തിരുവചനം പ്രസംഗിക്കാൻ ഇന്ന് കഴിയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമായതുകൊണ്ട്, എൻ്റെ ദൈവം സംസാരിക്കുന്ന ദൈവമായതുകൊണ്ട്, എൻ്റെ ദൈവം പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വരുന്ന ദൈവമായതുകൊണ്ട്. സ്തോത്രം. അബദ്ധങ്ങളിൽ ചെന്ന് ചാടി പണവും മാനവും നഷ്ടപ്പെട്ടിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ കുറ്റം പറയരുത്. തിരിച്ചു വരാം. അത്രയും പറയണം ഈ കാലഘട്ടത്തിൽ, അതുകൊണ്ട് പറഞ്ഞതാ. തിരിച്ചു വരാം. അപ്പൊ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. 100 കണക്കിന് പ്രവചനങ്ങൾ നിവർത്തീകരിച്ചുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു ബെത്ലഹേം എഫ്രാത്തയിൽ ജനിച്ചു. 30 വയസ്സ് വരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ജീവിച്ച് മാതൃക കാണിച്ച നല്ല കർത്താവ് 33 തിരുവയസ്സിൽ സർവ്വ മനുഷ്യരെയും പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി വന്നവൻ ആമേ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണമെന്ന ശിക്ഷാവിധി സ്വന്തം ചുമലിൽ ഏറ്റെടുത്തു. എൻ്റെ കർത്താവ് കാൽവരിയിലേക്ക് നടന്നു കയറി. ഇന്ന് രാത്രി പുറം കണ്ണടച്ചിട്ട് അകക്കണ്ണെന്ന് തുറന്ന് ആ കാൽവരിയിലേക്കൊന്ന് നോക്കണം. അച്ഛാ സഹോദരി, കാൽവരിയിലേക്കൊന്ന് നോക്കണം. ശൂന്യങ്കാരത്തി പറഞ്ഞു, എൻ്റെ പ്രിയൻ ആയിരങ്ങളിൽ 10,000ങ്ങളിൽ സുന്ദരനാ, അവൻ വെണ്മയും ചുവപ്പുമുള്ളവനാ, അവൻ അതിശ്രേഷ്ഠനാ. അല്ലല്ല, പ്രവാചകൻ വിളിച്ചു പറയുന്നു, അല്ലല്ല, അവനെ കണ്ടാൽ രൂപഗുണമില്ല, അവൻ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ കാൽവരിയിൽ ഒരു വിരൂപനായി കിടക്കുക. ഇന്ന് രാത്രി മനസാക്ഷിക്കകത്തൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആയിരങ്ങളിൽ 10,000ങ്ങളിൽ സുന്ദരനായവൻ, വെണ്മയും ചുവപ്പുമുള്ള എൻ്റെ പ്രിയൻ എന്തിന് കാൽവരിയിൽ ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങി? ഓരോ ചാട്ടവാറടിക്കും പീസ് പീസായി മാംസ കഷണങ്ങൾ ഇളകി തെറിച്ചുപോയി. തലക്കകത്ത് മുൾക്കിരീടം അടിച്ചടിച്ച് കയറ്റിയ അതാ രക്തം ധാരധാരയായി ഒഴുകപ്പെട്ടു. എന്തിന്? ഒരു നിസാര മനുഷ്യന്റെ വായിക്കകത്തിരിക്കുന്ന തുപ്പല് പ്രാണനാഥന്റെ മുഖത്തെ കാഞ്ഞു തുപ്പിയിട്ടും പ്രവാചകൻ എഴുതി വെച്ചൊരു വാക്ക് എൻ്റെ ഹൃദയത്തെ വല്ലാണ്ട് ചിന്തിപ്പിച്ചു. ദൈവമക്കളെ, പ്രവാചകൻ കുറിച്ചു, അവൻ വായ തുറക്കാതിരുന്നു. ആരായവൻ? ഒറ്റ വാക്കുകൊണ്ട് കാറ്റേ അടങ്ങ്, കടലെ ശാന്തമാകുന്ന ഒറ്റ വാക്കുകൊണ്ട് പ്രകൃതിയെ നാക്കിൻ തുമ്പത്ത് നിർത്തിയ മഹാദൈവം 4 ദിവസം ചീഞ്ഞളിഞ്ഞ മൃതദേഹത്തെ ലാസറേ പുറത്തു വാ എന്ന ഒറ്റ വാചകം കൊണ്ട് പുറത്തു കൊണ്ടുവന്ന മഹാദൈവം അവൻ വായ തുറക്കാതിരുന്നു. ആമേ ഹൃദയത്തിൽ നിന്ന് ചോദിച്ചു, ദൈവമേ ആമേൻ, ഒരൊറ്റ വാക്ക് കൽപ്പിച്ചിരുന്നെങ്കിൽ ഈ റോമാ സാമ്രാജ്യത്തെ മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കിക്കൊണ്ട് ക്രൂശിൽ നിന്നൊരു സൂപ്പർ ഹീറോയെ പോലെ ഇറങ്ങി വരുവാൻ എൻ്റെ കർത്താവിന് കഴിയുമായിരുന്നിട്ടും എന്തുകൊണ്ട് യേശുവേ നീ വായ തുറക്കാതിരുന്നു എന്ന ചോദ്യത്തിന് ഇന്നേക്ക് 23 വർഷങ്ങൾക്കപ്പുറത്ത് പരിശുദ്ധാത്മാവ് ഉത്തരം തന്നു. ഷമീറേ, അത് നിനക്ക് വേണ്ടിയാണ്. സഹോദരാ, അത് നിനക്ക് വേണ്ടിയാണ്. സഹോദരി, അത് നിനക്കും വേണ്ടിയാണ്. എന്നെയും നിന്നെയും നരകത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് രക്ഷിച്ചെടുപ്പാൻ എൻ്റെ കർത്താവ് നമുക്ക് പകരം യാഗമായി കിടക്കുന്ന കാൽവരിയിലെ ചിത്രം ഇന്ന് രാത്രി കാണുന്നില്ലേ? ഒരു വാക്ക് ചോദിച്ചോട്ടെ. 6 മാസം സ്നേഹിക്കുന്ന ചെറുക്കന് വേണ്ടി പെണ്ണ് റെയിൽവേ ട്രാക്കിൽ ചാടുന്ന കാലത്ത്, 6 മാസം സ്നേഹിച്ച പെണ്ണിന് വേണ്ടി ചെറുക്കൻ കയറെ തൂങ്ങുന്ന കാലത്ത്, അവസാനത്തെ തുള്ളി രക്തം വരെ ഒഴുക്കി തന്ന് കാൽവരിയിൽ നിന്നെ സ്നേഹിച്ച ആ കാൽവരിയിലെ പ്രേമത്തിന്റെ മുമ്പിൽ, കാൽവരിയിലെ സ്നേഹത്തിന്റെ മുമ്പിൽ ഇന്ന് രാത്രി നീ എന്ത് പകരം കൊടുക്കും? പറ. ഒരായുസ് മുഴുവൻ അവനെ പ്രസംഗിച്ചാൽ തീരുവോ? അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പറയും, ഞങ്ങൾക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ആമേൻ. ഷമീർ അബ്ദുൽ സലാം യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയായി, രക്തസാക്ഷിയായി തെരുവീഥിയിൽ അസ്തമിക്കേണ്ടി വന്നാൽ അതെനിക്ക് ലഭിക്കുന്ന ഭാഗ്യമാണ്. 23 വർഷങ്ങൾക്ക് മുമ്പ് ഈ യേശുവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും നാട്ടുകാർ അടികൊണ്ട് ഓടെ കിടന്ന് ചാകേണ്ടവനെ പൊക്കിയെടുത്ത് മഹത്വകരമായ ഒരു പദവിയിലേക്ക് കൊണ്ടു നിർത്തിയ എൻ്റെ യേശുവിന് വേണ്ടി 1 അല്ല 9 വട്ടം ചാകാൻ മെനക്കെട്ടാ ഇറങ്ങിയിരിക്കുന്നത്. സ്തോത്രം. കഴിയുമോ നിനക്ക്? അവസാനത്തെ തുള്ളി രക്തം വരെ ഒഴുക്കി തന്നു. നിന്നെ സ്നേഹിച്ചെന്ന്. എന്തിന്? ക്രിസ്മസ് വരുമ്പോൾ നിനക്ക് കുപ്പി പൊട്ടിക്കാനല്ല. മനസ്സിലായോ? ഇന്ന് രാത്രി ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരണം. സ്തോത്രം. അരിമത്യക്കാരനായ യോസേപ്പിന്റെ കല്ലറയ്ക്കൽ
എൻ്റെ കർത്താവിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടു. ഇന്ന് രാത്രി ആഴകത്തോട് പറയാം, 3 ആണി കൊണ്ട് അരിമത്യക്കാരനായ യോസേഫിൻ്റെ കല്ലറ കൊണ്ട് എൻ്റെ കർത്താവ് അവസാനിച്ചിരുന്നെങ്കിൽ 3 ആണി കൊണ്ട് അവസാനിച്ച ഒരു യേശുവിനെ പ്രസംഗിക്കാൻ ഷമീർ വരത്തിൽ അങ്കമാലിയിൽ 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി പാടാൻ ഇവിടെ ഇങ്ങനെ ഒരു കൊയർ ടീം ഇരിക്കത്തില്ല. 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി ഈ ഗ്രൗണ്ടിൽ ഒരു കൺവെൻഷൻ പന്തൽ ഉയരത്തില്ല. പിന്നെ എന്തുകൊണ്ട് പാടുന്നു, എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്വായിലും പരുമലയിലും കുരിശുമലയിലും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറവാദിക്കലല്ല, കണ്ണാടിക്കൂടിന്റെ മുമ്പിലല്ല. ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറക്കകത്തൊടുങ്ങി ഒതുങ്ങി പോയപ്പോൾ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു പാതാളത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ! യേശു ഉയർത്തെഴുന്നേറ്റു. ആ യേശു ഇന്നും ജീവിക്കുന്നു. സ്തോത്രം. വേഗത്തിൽ അവസാനിപ്പിക്കാം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്യും മുമ്പ് തന്നെ അനുഗമിച്ച ശിഷ്യന്മാർക്ക് ഒരു അന്ത്യ കൽപ്പന കൈമാറിയ എന്താണെന്നറിയോ? നിങ്ങൾ പുറപ്പെട്ടു പോയി ഭൂലോകമൊക്കെയും സകല സൃഷ്ടിയോടും ഈ നല്ല വിശേഷം, ഈ ഗുഡ് ന്യൂസ്, ഈ സുവിശേഷം പ്രസംഗിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ആ അന്ത്യകൽപ്പന കൈമാറിയ കർത്താവ് ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്ന നിമിഷം വന്നു. ശിഷ്യഗണം തല ഉയർത്തി നിൽക്കുന്നു. യേശുക്രിസ്തു രൂപാന്തരപ്പെട്ട് കണ്ണിന് മറഞ്ഞു. ഉടനെ സ്വർഗത്തിൽ നിന്ന് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ ഇറങ്ങി വന്നു. തല ഉയർത്തി നിൽക്കുന്ന ശിഷ്യന്മാരെ നോക്കി ഒരു പ്രവചനം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 1:11 ദൂതസംഘം ഇറങ്ങി വന്ന് തല ഉയർത്തി നിൽക്കുന്ന ശിഷ്യഗണത്തോട് നോക്കി ഒരു പ്രവചനം പ്രവചിച്ചു. ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും അനധിവിദൂര ഭാവിയിൽ ഏറ്റവും വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നതുമായ ഒരു പ്രവചനം വായിക്ക്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ആഴകം ദേശത്തോട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു, യേശുക്രിസ്തു വീണ്ടും മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഈ ദൂത് കേട്ട ശിഷ്യന്മാർ എന്ത് ചെയ്തു എന്നുകൂടെ ഒന്ന് വായിച്ച് നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. വായിച്ചാട്ടെ. ദൂത് കേട്ട ശിഷ്യന്മാർ എന്ത് ചെയ്തു? അവർ യെരുശലേമിന് സമീപത്ത് ഒരു സബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു തരാം. ഒലിവുമല വിട്ട് ശിഷ്യന്മാരെല്ലാം കൂടെ തിരിച്ച് യെരുശലേമിൽ വന്നു. അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാൻ മാളിക മുറി കയറിപ്പോയവരുടെ പേര് വിവരങ്ങൾ പുസ്തകത്തിലുണ്ട്. പെന്തിക്കോസുകാർ കൂട്ടി പറഞ്ഞു, കയ്യെന്നിട്ട് പറഞ്ഞൊന്നും നാളെ പറയാതിരിക്കാൻ. ആ മേപ്പോട്ട് കയറിപ്പോയവരുടെ പേര് വിവരം ഒന്ന് വായിച്ചു കൊടുച്ചാ. പത്രോസ്. ആരാ പത്രോസ്? ഒന്നാമത്തെ പോപ്പ് എന്ന് ക്രിസ്ത്യാനികളിൽ പലരും വിശ്വസിക്കുന്ന പത്രോസ് ലീഗ. പിന്നെ യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ് ലീഗ, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ. ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഒരു വള്ളി പുള്ളി കൂട്ടണ്ട, കുറയ്ക്കണ്ട. അങ്ങോട്ട് കയറിപ്പോയവരുടെ ലിസ്റ്റ് പുസ്തകത്തിലുണ്ട്. വായിച്ചു കേട്ടോ. ആരൊക്കെയാ പോയേ? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ. ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരങ്ങളോടും ഒപ്പം ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അങ്ങനെയാണോ? കയറിപ്പോരുടെ കൂട്ടത്തിൽ പത്രോസ് ലീഗയുണ്ട്, തോമസ് ലീഗയുണ്ട്, യൂദാസ് ലീഗയുണ്ട്, യേശുവിന്റെ അമ്മയായ മറിയ ഉണ്ടോ? പറ. ഉണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എന്തോ സംഭവിച്ചു. 2-ാം അധ്യായം 1-ാം വാക്യം വായിച്ചു കൊടുച്ചാ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ നിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ ഇടയിലോട്ട് കുറച്ച് പെന്തക്കോസ് കാർ വന്നപ്പോൾ. അങ്ങനാന്നോ അമ്മാമേ? അവരവിടെ മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഇടയിലോട്ട് കുറച്ച് പെന്തക്കോസ് കാർ വന്നപ്പോൾ. അങ്ങനാന്നോ? അല്ല, അങ്ങനെ ഒരു കാറും ഇല്ല അമ്മാമേ. പെന്തക്കോസ് കാറ് ഇല്ല. പിന്നെന്തുവാ വന്നേ? പെന്തക്കോസ്ത് നാൾ. അതെന്തുവാ? 50-ാം പെരുന്നാൾ ദിവസം. ഡേ ഓഫ് പെന്തക്കോസ്റ്റ്. പെന്തക്കുസ്ത പെരുന്നാൾ ദിവസം വന്നപ്പോൾ
പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ആ. എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ആ. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ വളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അടുത്ത വാക്ക്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. നിൽക്കട്ടെ, എന്ത് സംസാരിച്ചു തുടങ്ങിയെന്നാ വായിച്ചേ? ഈ അന്യഭാഷ സംസാരിക്കുന്ന ആളുകളെയാണല്ലോ നാട്ടുകാർ എന്ത് വിളിക്കുന്നത്? എന്ത് കോസ്? പെന്തക്കോസ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ പെന്തക്കോസുകാരി മറിയ അല്ലയോ? ഒന്നാമത്തെ പെന്തക്കോസുകാരൻ പത്രോസ് ലീഗ അല്ലയോ? ഒന്നാമത്തെ പെന്തക്കോസുകാരൻ തോമാസ് ലീഗ അല്ലയോ? അവരെല്ലാം കൂടി ഇരുന്ന് അന്യഭാഷ പറഞ്ഞെന്നല്ലയോ വായിച്ചേ? ആ, അപ്പോൾ പെന്തിക്കോസുകാർക്ക് അമ്മയില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നേരെ നിന്ന് പറഞ്ഞോണം, നിങ്ങളുടെ പള്ളി ഫോട്ടോയേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ആ ജീവനോടിരുന്ന് അന്യഭാഷ പറഞ്ഞെന്ന്. പുസ്തകത്തിലുള്ളതല്ലയോ? അവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങിയത്. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ആരാ? പറ, വേഗം പറ. പത്രോസ് ലീഗ, പോപ്പ് എഴുന്നേറ്റ് ആത്മനിറവിൽ ഒറ്റ പ്രസംഗം. എന്ത് സംഭവിച്ചു? അത് ആ കുറിവാക്യം വായിച്ചത് ഒന്നുകൂടെ കേൾക്കാം. 2:38. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. കേട്ടെ, പത്രോസ് ലീഗ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒറ്റ പ്രസംഗം. അത് കേട്ടവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. പറയാ, എന്തുകൊണ്ടാ മാമ? എന്തുകൊണ്ട്? നിങ്ങളുടെ ആരുടെങ്കിലും ബൈബിളിൽ ഇത് കേട്ടിട്ട് ഇക്കിളി കൊണ്ടെന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തുവാ കൊണ്ടേ? കുത്തുകൊണ്ടു. ആത്മനിറവിലുള്ള പ്രസംഗം കേട്ടപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള പ്രസംഗം കേട്ടപ്പോൾ, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമധ്യ മാംസങ്ങളെ വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ജീവന്റെ വചനം അകത്തോട്ട് തുളച്ചു കയറി ചങ്കത്ത് കയറി കുത്തുകൊണ്ടു. കുത്തുകൊണ്ടവരെല്ലാം കൂടെ കമ്മിറ്റി കൂടി പ്രസംഗിച്ചവന്റെ കൊങ്ങാക്കി പിടിച്ചെന്നാണോ? അല്ലച്ചാ, കുത്തുകൊണ്ടു. അതുകൊണ്ട് യോഗത്തിന് വന്നവർ നാളെ പിന്നെ തുടിയം ഭാഷയോട് പറയരുത്, ഞങ്ങളെ ക്ഷണിച്ച് വരുത്തി ഇരുത്തിയിട്ട് കൊല്ലത്തുനിന്നൊരുത്തനെ കൊണ്ടുവന്ന് കുത്തിയോ, അങ്ങനൊന്നും ചോദിക്കരുത്. കുത്തുകൊണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവർ ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാര്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അതിന് പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. നിൽക്കട്ടെ, ഇത് തന്നെയല്ലേ അച്ഛാ ഞങ്ങളും പറയുന്നത്. ഒരു വരി ഞങ്ങൾ കൂട്ടുന്നില്ല, ഒരു വരി ഞങ്ങൾ കുറയ്ക്കുന്നില്ല. നിന്റെ അകത്ത് കയറിയ പാപത്തിൽ നിന്ന് നിനക്ക് മോചനം വേണോ? പോപ്പ് വിളിച്ചു പറഞ്ഞു, ഒരു നാണയത്തിട്ട് കൊടുക്കണ്ട, 1 കിലോമീറ്റർ നടക്കണ്ട, ഒരു മെഴുകുതിരി കത്തിക്കണ്ട, ആമേൻ, നീ കുരിശ് ചുമക്കണ്ട, മുട്ടയിലെ തൊലി കളയണ്ട, ആമേൻ, ഒറ്റ കാര്യം ചെയ്താൽ മതി, മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പീൻ. ഇതല്ലേ പോപ്പ് വിളിച്ചു പറഞ്ഞത്? അതല്ലേ ഞങ്ങളും കാലങ്ങളായി പറയുന്നത്? നീ മാനസാന്തരപ്പെട്ടേ തീരൂ, സ്നാനപ്പെട്ടേ തീരൂ. ആമേൻ. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉപദേശി നല്ല പ്രസംഗമായിരുന്നു. ഞാൻ പിന്നെ പണ്ടേ സ്നാനപ്പെട്ടതാ. എപ്പോൾ? ഞങ്ങളുടെയൊക്കെ പള്ളി കുഞ്ഞുവാവ ആയിരിക്കുമ്പോഴേ സ്നാനപ്പെടുത്തും. അപ്പം മാനസാന്തരം വച്ചാ അത് പിന്നെ വളരുമ്പോൾ മതിയല്ലോ എന്ന്. പുസ്തകം എന്തുവാ പറഞ്ഞേ? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാൻ. അപ്പം അച്ഛൻ പറയുന്നു, ആദ്യം കുഞ്ഞിലെ സ്നാനപ്പെട്ടിട്ട് വളരുമ്പോൾ തല തിരിച്ച്. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ന് രാത്രി കുളിച്ചായിരുന്നോ? പറ, വേഗം പറ. കുളിച്ചു. വന്നപ്പോൾ കുളിച്ചിട്ട് തല തോർത്തിയോ? വർഷങ്ങളായിട്ട് ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ തൊട്ടൊരു ചേഞ്ച്. ആദ്യം തല തോർത്തിയിട്ട് പിന്നെ കുളിച്ചാട്ടെ, ഒരു ചേഞ്ച്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തല തിരിച്ച് ചെയ്താൽ പ്രശ്നമാണെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും വള്ളി മാറാത്ത ദൈവവചനം ആരും തലതിരിക്കരുത്. മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കണമെന്ന് തിരുവചനം പറഞ്ഞാൽ ആദ്യം സംഭവിക്കേണ്ടത് മാനസാന്തരം. മാനസാന്തരം ഒന്ന് പേപ്പർ എഴുതി കാണിച്ചാൽ മനസ്സിലാകാത്ത കൊച്ചിനെ എടുത്തൊക്കത്ത് വെച്ച് ഇന്നേക്ക് 2000 വർഷം ഭർത്താവായ യേശു ക്രിസ്തു നിന്റെ പാപത്തിന് വേണ്ടി വന്നെന്ന്, മരിച്ചെന്നും അടക്കപ്പെട്ടെന്ന്, ഉയർത്തെഴുന്നേറ്റ് നിന്നെ ചേർക്കാൻ വേണ്ടി വരുമെന്നും കുഞ്ഞേ നീ വിശ്വസിക്കുന്നുവോ? കുഞ്ഞ് വാ തുറന്ന് പറയണം, യെസ് ഐ ബിലീവ് ദാറ്റ്, ഞാനത് വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് സ്നാനപ്പെടുത്താം. അപ്പോൾ ഇന്നാൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ അത് പാസ്റ്റർ മുസ്ലിമിൽ നിന്ന് വന്നുകൊണ്ട് അറിയാത്തതുകൊണ്ടാണ്. എന്നാ അച്ഛാ? അല്ല, ഞങ്ങൾക്ക് അറിയാം കുഞ്ഞിന് പറയാൻ ഒക്കത്തില്ലെന്ന്. അതുകൊണ്ട് ഞങ്ങൾ പകരത്തിന് പറയാൻ ഒരാളെ നിർത്തും പള്ളിയിൽ. എന്നോട് പറഞ്ഞു. ഉള്ളയാണോ? ആയിരിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ പള്ളിയിൽ നിശ്ചയത്തിന് പോകാറുണ്ടോ? വേഗം പറ. നിശ്ചയത്തിന് ഉണ്ട്.
അപ്പോൾ ഈ പള്ളിയിലച്ഛൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്, സൂസമ്മേ, നിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ജേക്കബിൻ്റെയും ജോഷാമ്മയുടെ മകൻ സണ്ണിക്കുട്ടിയെ വിവാഹ നിശ്ചയം കഴിപ്പാൻ നിനക്ക് സമ്മതമായിരിക്കുന്നുവോ? ചോദിക്കാറുണ്ടോ? ഉണ്ട്. അപ്പോൾ ഈ പെണ്ണിൻ്റെ അപ്പൻ, ജനിപ്പിച്ചപ്പൻ, സ്വന്തം അപ്പൻ പുറകെ നിന്നുകൊണ്ട് പറയുക, സമ്മതമാണ്, നടത്തുവോ? അല്ല, എനിക്കറിയാത്തതുണ്ടോ, നടത്തുവോ? എനിക്ക് ഒത്തിരി അച്ഛന്മാർ സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവരോട് ചോദിച്ച് ഉറപ്പ് വരുത്തിയാച്ചാ ഈ പ്രസംഗിക്കുന്നത്. അവർ പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നും നടത്തൂല പാസ്റ്ററേന്ന്. സ്വന്തം അപ്പനല്ലേ, വാടകയ്ക്കെടുത്തൊന്നും അല്ലല്ലോ. അയ്യോ എന്നാലും നടത്തൂല. വീണ്ടും ചോദിക്കും, സൂസമ്മേ, നിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ജേക്കബിൻ്റെ ജോഷാമ്മയുടെ മകൻ സണ്ണിക്കുട്ടിയെ വിവാഹ നിശ്ചയം കഴിപ്പാൻ നിനക്ക് സമ്മതമാണോ? പെണ്ണിൻ്റെ അമ്മ, പ്രസവിച്ച അമ്മ അവിടെ സമ്മതമാച്ചോ, അവൾ കെട്ടണമെന്ന് പറഞ്ഞത് അങ്ങോട്ട് നടത്തുവോ? പറയങ്ങോട്ടെ. ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ പെറ്റ തള്ള പറഞ്ഞ പോരെങ്കിൽ, ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ ജനിപ്പിച്ച അപ്പൻ പറഞ്ഞ പോരെങ്കിൽ, കുഞ്ഞാടിന്റെ കാന്തയാകാൻ, ക്രിസ്തുവേശുവിന്റെ മണവാട്ടിയാകാൻ പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ എൻഗേജ്മെന്റ് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നെഴുതിയിരിക്കുമ്പോൾ ആര് പറയണം? മണവാട്ടിയാകുന്ന നീ പറയണം, ഈ യേശുവിനെ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവും എൻ്റെ മണവാളനുമായി സ്വീകരിപ്പാൻ ഞാൻ തയ്യാറാണ്. അതിനാ മാനസാന്തരം. അങ്ങനെ ഏറ്റു പറയുന്നവനാ സ്നാനപ്പെടേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇടങ്ങേറ് വന്ന് കയറി. എന്താ പാസ്റ്ററെ, അങ്ങനെയാണെങ്കിൽ ഒരു സംശയം, എന്താ ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ, പറുദീസ ഇരുത്താന്ന് യേശു പറഞ്ഞു. എന്തൊക്കെ ഇടങ്ങേറാന്ന് നോക്കിയേ, ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ. എന്നാ ഒന്ന് ചോദിക്കാം, ക്രൂശിക്കപ്പെട്ട കള്ളൻ ന്യായപ്രമാണത്തിന് കീഴെയാണോ മരിച്ചത്, കൃപായുഗത്തിലാണോ? അതിപ്പോൾ ന്യായപ്രമാണ യുഗം ഏതാ, കൃപായുഗം ഏതാന്ന്? മോശ മുതൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ളവർ ന്യായപ്രമാണ യുഗത്തിലും, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മുതൽ ഇനി രണ്ടാം വരവ് വരെയുള്ള നാം എല്ലാവരും കൃപയാലുള്ള രക്ഷായുഗത്തിലും. ഇതിലേതിലാ കള്ളം മരിച്ചത്? ഇനി പറ. ന്യായപ്രമാണത്തിന് കീഴെ ജീവിച്ചവരോട് സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞ ദൂതെന്താ? സർപ്പസന്തതികളെ മാനസാന്തരപ്പെടുവിനെന്നല്ലേ. ആ മാനസാന്തരം അങ്ങേർക്ക് ക്രൂശി വെച്ചുണ്ടായി. അങ്ങേരെ പറുദീസയിലിരുത്താൻ യേശു പറഞ്ഞു. കൃപായുഗത്തിൽ ജീവിക്കുന്ന എന്നോടും നിന്നോടും പോപ്പ് പറഞ്ഞു എന്താ? മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി സ്നാനപ്പെടാൻ. മനസ്സിലായോ? അപ്പം നീ ന്യായപ്രമാണത്തിന് കീഴെ നിൽക്കുന്ന മരിച്ച കള്ളനെ നോക്കി വെച്ച് അവൻ പറുദീസയിലും പോകും, നീ നരകത്തിലും പോകും. അല്ല, മനസ്സിലായോ? അതുകൊണ്ട് പഠിച്ച് അംഗൻവാടിയിലോട്ട് പോകാതെ പുസ്തകം വായിക്കേ. മാനസാന്തരപ്പെട്ടു സ്നാനമേൽപ്പീൻ. വായിച്ചു നിർത്താം. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അടുത്ത വാക്ക്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. എത്ര പേര്? അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ആ പുസ്തകം അടച്ചോ. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ഒറ്റ പ്രസംഗം, ചങ്കത്ത് കുത്തുകൊള്ളുന്ന ഒറ്റ പ്രസംഗം. ഹൃദയത്തിൻ്റെ അകത്തു ചെന്ന് തട്ടിയപ്പോൾ, സത്യമെന്തെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ 3000 എണ്ണം രംഗത്ത് വന്ന് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾക്ക് സ്നാനപ്പെടണം. അങ്ങനെ വളർന്നതാ ദൈവസഭ. പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതല്ല, നിർബന്ധിച്ച് ചേർത്തതല്ല. പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ പൊരുളുകൾ തിരിച്ചു മനസ്സിലാക്കി കൊടുത്തപ്പോൾ ആ സത്യമെന്തെന്ന് തിരിച്ചറിഞ്ഞ ജനം പറഞ്ഞു, ഞങ്ങൾക്ക് സ്നാനമേൽക്കണം. അങ്ങനെ സ്നാനപ്പെട്ട് അവർ കൂട്ടായ്മ ആചരിച്ച് അപ്പോസ്തോലിക ഉപദേശം കേട്ട് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോകുന്ന ആ കൂട്ടത്തെ നോക്കി 47-ാം വാക്യത്തിൽ സ്വർഗം ഒരു പേര് വിളിച്ചു, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഈ പറയപ്പെട്ട സഭയെ ചേർക്കുവാനാണ് എൻ്റെ കർത്താവ് വാനമേക്ക് വെളിപ്പെടാൻ പോകുന്നത്. ആ സഭയ്ക്കകത്ത് ഷമീറുണ്ട്, സിയാദുണ്ട്, സുരേഷുണ്ട്, സുമേഷുണ്ട്, രമേശുണ്ട്, ജോസഫുണ്ട്, തോമസ് കുട്ടിയുണ്ട്. ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും ആമേ തനിക്കായി വിലയ്ക്ക് വാങ്ങിയ കൂട്ടത്തെ ചേർക്കുവാൻ യേശു മടങ്ങി വരികയാണ്. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം, ഒരു നിമിഷം സമർപ്പിക്കാം. ഇന്ന് രാത്രി ആ കാഹളം ധ്വനിച്ചാൽ, ഇന്ന് രാത്രി ആ യേശു ക്രിസ്തു വന്നാൽ, രാപ്പകലില്ലാത്ത, കണ്ണുനീരില്ലാത്ത, നെടുവേർപ്പില്ലാത്ത, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നുമില്ലാത്ത ആ നിത്യഭവനത്തിൽ എൻ്റെ കർത്താവിനൊപ്പം പറന്നുയരുവാൻ, എൻ്റെ കർത്താവിനോടുകൂടെ എടുക്കപ്പെടുവാൻ, ആ ദൈവ കൽപ്പന അനുസരിക്കുവാൻ,
ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ ഇന്ന് രാത്രിയിൽ എനിക്കും ആ കർത്താവിനോട് കൂടെ പോകാൻ തീരുമാനം